നമസ്കാരം. മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനും ആർ കിരൺ ബാബുവും ഇന്നുള്ളത് തൃശ്ശൂരാണ്. നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും വലിയ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ്, ലോക്സഭാ മണ്ഡലമാണ് തൃശ്ശൂർ. ഇവിടെ അക്ഷരാർത്ഥത്തിൽ ശക്തന്റെ നാട്ടിൽ വലിയ പോരാട്ടത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. വലിയ പ്രചരണ പ്രവർത്തനങ്ങൾ മൂന്ന് മുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഉള്ളത് ഇവിടെ സേക്രഡ് ഹാർട്ട് ലാറ്റിൻ ചർച്ചാണ്. ഇത് ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ലാറ്റിൻ പള്ളിയാണ്. ഈ പള്ളിയിലേക്ക് ഇത് BJP-യുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി അല്പസമയത്തിനകം എത്തും. ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളാണ്. ഇന്ന് നമുക്കറിയാം, ഇന്ന് പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. ഓശാന ഞായറാണ്. ക്രിസ്ത്യൻ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ഈസ്റ്ററിന് മുൻപുള്ള ഞായർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നിവിടെ ഇപ്പോൾ വിശ്വാസികളുടെ വലിയൊരു കൂട്ടായ്മ ഉണ്ടാകും, വലിയൊരു സംഘം ഉണ്ടാകും. 7:30 മണിയോടുകൂടി, 7:30ക്കാണ് ഇവിടെ പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. 7:30ക്ക് പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിക്കും. അതിന് മുൻപ് തന്നെ അദ്ദേഹത്തെ നമ്മൾ ഇങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ തന്നെ ഒരുപാട് വിശ്വാസികൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. കുർബാന അടക്കമുള്ള ചടങ്ങുകൾക്ക് അല്പസമയത്തിനകം ഇവിടെ തുടങ്ങും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കിരൺ, നമ്മളിപ്പോൾ ഉള്ളത് അതിവിശിഷ്ടമായ ദൈവിക ചൈതന്യമുള്ള ഒരു സ്ഥലത്താണ്, സേക്രഡ് ഹാർട്ട് ലാറ്റിൻ ചർച്ച്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ എനിക്ക് നമ്മുടെ ഗോധയുമായി ബന്ധപ്പെട്ട തുടക്കം എന്ന് തോന്നുന്നു. അപ്പോൾ സുരേഷ് ഗോപി ഇവിടെ എത്തുകയാണ്. അദ്ദേഹം, നമുക്കറിയാം, തൃശ്ശൂരിൽ അദ്ദേഹത്തിന്റെ പ്രതീക്ഷ എന്താണെന്നൊക്കെയുള്ളത് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ, കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം എത്തിയതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ കണ്ടു. പ്രചരണ രംഗത്ത് കരുവന്നൂരും സജീവമാണ്, കരുവന്നൂരിന്റെ നാടുകൂടിയാണ് തൃശ്ശൂർ. അപ്പോൾ സുരേഷ് ഗോപി ഇവിടെ എത്തുന്നു, വിശ്വാസികളെ കാണുന്നു, ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു. അദ്ദേഹത്തിന്റെ നമ്മൾ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിന് ഈ അത്തരം വോട്ടുകൾ കൂടി അദ്ദേഹത്തിന്റെ ഒരു വിജയത്തിന്റെ വലിയ പ്രധാനപ്പെട്ട ഘടകമാണ്. അതിനുള്ള എല്ലാ ശ്രമങ്ങളും സ്വാഭാവികമാണ്, നടത്തും. എന്ത് കരുതണം, നമ്മളിങ്ങനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 2019 തെരഞ്ഞെടുപ്പിനേക്കാളും കുറച്ചുകൂടി വ്യത്യാസം BJP-യുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുമൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം, അല്ലേ രഞ്ജിത്ത്? എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളുടെ പ്രത്യേകത കൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി മാറിയത് കൂടിയാണ് തൃശ്ശൂർ. പൂരങ്ങളുടെ നാടാണല്ലോ. പൂരങ്ങളുടെ നാട്ടിൽ കൊമ്പന്മാർ എന്ന് പറയുന്നത്, അങ്ങനെ പുതിയ കാലത്ത് കൊമ്പന്മാർ എന്ന് പറയാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, പക്ഷെ എന്നാലും ആ ഒരു ആലങ്കാരികമായി പറഞ്ഞാൽ കൊമ്പന്മാരിൽ അങ്ങനെ മൂന്ന് പാർട്ടിയുടെയും നല്ല ഒത്ത കൊമ്പന്മാർ തന്നെയാണ് മൂന്ന് പാർട്ടിക്കും അണിനിരക്കുന്നത്. എനിക്ക് തോന്നുന്നു ആദ്യം സുരേഷ് ഗോപിയാണ് പ്രചരണം തുടങ്ങിയത്. സുരേഷ് ഗോപി സ്ഥാനാർത്ഥി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ പ്രധാനമന്ത്രി തൃശ്ശൂരിലേക്ക് വരുന്നു. അന്ന് തന്നെ ഏകദേശം ഔദ്യോഗികമായ പ്രഖ്യാപനമൊന്നും ഉണ്ടായില്ലെങ്കിലും സുരേഷ് ഗോപിയാണ് സ്ഥാനാർത്ഥി എന്ന് അത് പ്രധാനമന്ത്രിയുടെ വാഹനത്തിൽ തന്നെ സുരേഷ് ഗോപിയെ കയറ്റി അവിടെ ഒരു ഇതിലേക്ക് യാത്ര ചെയ്യുന്നു. സ്വാഭാവികമാണ്, അത് സുരേഷ് ഗോപി എന്നത് ഔദ്യോഗിക പ്രഖ്യാപനത്തിനപ്പുറം തന്നെ പ്രചരണമെല്ലാം തുടങ്ങിയിരുന്നു. പിന്നീടാണ് നേരത്തെ TN പ്രതാപനായിരുന്നു. TN പ്രതാപൻ മാറിയിട്ട് അവിടേക്ക് അപ്രതീക്ഷിതമായി കെ മുരളീധരൻ വരുന്നു. കെ മുരളീധരനെ സംബന്ധിച്ച് കേരളത്തിലെ എവിടെയും മത്സരിപ്പിക്കാൻ കഴിയുന്ന, കോൺഗ്രസിന്റെ ക്രൗഡ് പുള്ളറായ അല്ലെങ്കിൽ BJP-യുടെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ കൊണ്ടുവന്ന് അതിനെ തകർക്കാനൊക്കെ ശേഷിയുള്ള കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും കരുത്തനായ ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. എന്നാൽ ആ തൃശ്ശൂരുകാരുടെ സ്വന്തം കൊമ്പനെയാണ് LDF. ഇവിടെ മാറി മാറിയാണ് LDF-ഉം UDF-ഉം മാറി മാറി ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. ആദ്യകാലത്തിലൊക്കെ ഇത് LDF-ന്റെ കുത്തക മണ്ഡലമായിരുന്നു. അതിനുശേഷം പിന്നീട് കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസ് തുടർച്ചയായി കോൺഗ്രസിന് 2 തവണ മാത്രമേ തുടർച്ചയായിട്ട് ഇവിടെ ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിനുശേഷം പിന്നീട് എല്ലാ കാലത്തും മാറി മാറി ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടതുമുന്നണി ഒരിക്കൽ ജയിച്ചാൽ അടുത്ത തവണ UDF എന്നുള്ള നിലയിലായിരുന്നു. ഇത്തവണ അവർ തൃശ്ശൂരുകാരുടെ സ്വന്തക്കാരൻ സുനിൽകുമാറിനെ, VS സുനിൽകുമാറിനെ തന്നെ തരും. അങ്ങനെ VS സുനിൽകുമാർ ഒരു ഭാഗത്ത് നിന്ന് തൃശ്ശൂരിൽ നിൽക്കുന്നു. അപ്പോൾ തൃശ്ശൂരിൽ ഇപ്പോൾ മറ്റ് രണ്ടുപേരും അങ്ങനെ മറ്റു നാടുകളിൽ നിന്ന് വന്നാണ് എന്നൊന്നും പറയാൻ കഴിയില്ല. എല്ലാവരും ഇവിടുത്തെ സ്വന്തക്കാർ തന്നെയാണ് തൃശ്ശൂരുകാരുടെ. അങ്ങനെ മൂന്ന് ഒത്ത നേതാക്കന്മാരുടെ കൊമ്പന്മാരുടെ പോരാട്ടമാണല്ലേ? മൂന്ന് പേരുടെയും. എന്റെ പേരെന്താ? എന്റെ പേര് ഫ്രാൻസിസ്. പള്ളി രാവിലെ പ്രാർത്ഥനയ്ക്ക് വന്നായിരിക്കും. അതന്നെ. ഭയങ്കര ഇലക്ഷൻ ചൂടിലാണ് കാര്യങ്ങളല്ലേ? അതെ. എന്തായാലും സുരേഷ് ഗോപി വിചാരിച്ചേക്കാളും കൂടുതൽ സീറ്റ് വരും. വോട്ടുകൾ വരും. മറ്റേ നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. വിജയം ഒന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. അതന്നെ. ഈ കഴിഞ്ഞ 2019 കുറച്ചുകൂടി ആവേശകരമായിട്ടാണോ കാര്യങ്ങൾ? അതെ. ആവേശകരം തന്നെ. ഇങ്ങനെ മുരളീധരന്റെ വരവാണോ ഈ കളം മാറ്റിമറിച്ചത്? അല്ല, മുരളീധരൻ പിന്നെ പഴയ ആളാണ്. കരുണാകരന്റെ മകനാണുള്ളത്. അപ്പോൾ ആ നിലയ്ക്ക് അതിനൊരു മാർക്കുണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി. പക്ഷെ പുള്ളി സുരേഷ് ഗോപി കുറേ കൂടിയും സ്ട്രോങ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവിടും ഇവിടെ ശക്തൻ നഗർ, ശക്തൻ സ്റ്റാൻഡ്, ശക്തൻ മാർക്കറ്റ്, അവിടെയൊക്കെ ആളുടെ പ്രസൻസ് നല്ലോണം ഉണ്ട്. അപ്പോൾ മിക്കവാറും സുനിൽകുമാറും ഉണ്ട് രംഗത്ത്. അദ്ദേഹം ചെറിയ ആളല്ല, നാട്ടുകാരനാണ്, തൃശ്ശൂർകാരുടെ പ്രിയപ്പെട്ട ആളാണ്. ചേർപ്പ് പഞ്ചായത്തെന്ന് തോന്നുന്നു. അങ്ങനെ
അവിടെ അപ്പോൾ BJPക്ക് ചാൻസ് നല്ലോണം ഉണ്ട്. അതിൽ മറ്റേ റേഞ്ച് എങ്ങനെയാ വരാന്ന് അറിയില്ലേ. റേഞ്ച് എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് കിരൺ, അതാണ് പ്രധാനം. കാരണം ഈ കിരൺ പറഞ്ഞ പോലെ 3 കൊമ്പന്മാരുടെ പോരാട്ടമാണ്. അപ്പൊ കൊമ്പന്മാരുടെ മറ്റ് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് നമ്മുടെ ആര്യ നമ്മുടെ സ്റ്റുഡിയോയിൽ തയ്യാറാണ്. കാരണം സ്പീഡ് ന്യൂസിലേക്ക് ഒന്ന് പോകണം. അതെ, പ്രേക്ഷകർക്ക് മറ്റു വാർത്തകൾ കൂടി അറിയാനുള്ള സ്വാഭാവികമായ താല്പര്യം ഉണ്ടാകും. വളരെ പെട്ടെന്ന് ആര്യയിലേക്ക് തിരിച്ച് ശക്തന്റെ മണ്ണിലേക്ക് പെട്ടെന്ന് തന്നെ എത്താം. മദ്യനയ കേസിൽ ഇഡി കസ്റ്റഡിയിലുള്ള കെജ്രിവാളിനെ CBIയും കസ്റ്റഡിയിൽ വാങ്ങും. മദ്യനയ കേസിൽ ആദ്യം കേസെടുത്തതും അന്വേഷണം തുടങ്ങിയതും CBI ആണ്. ഇഡിയുടെ ചോദ്യം ചെയ്യലിന് പിന്നാലെ കെജ്രിവാളിനെ 10 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ട് CBIയും വിചാരണ കോടതിയിൽ അപേക്ഷ നൽകും. അതേസമയം അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജി ഹൈക്കോടതി നിരസിച്ചിരുന്നു. ഹർജി ബുധനാഴ്ച പരിഗണിക്കുമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. ക്രിസ്തുദേവന്റെ ജെറുസലേം പ്രവേശനത്തിന് സ്മരണ പുതുക്കി ഇന്ന് ഓശാന ഞായർ. ക്രൈസ്തവ ദേവാലയങ്ങളിൽ കുർബാനയോടനുബന്ധിച്ച് കുരുത്തോല പ്രദക്ഷിണം നടക്കും. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ ദേവാലയത്തിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. പട്ടം സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൽ കർദിനാൾ ബസേലിയോസ് മാർ ക്ലിമീസ് കത്തോലിക്ക ബാബയുടെ മുഖ്യ കാർമ്മികത്വത്തിലാകും ചടങ്ങുകൾ. വിശുദ്ധ വാരത്തിലേക്ക് കടക്കുന്നതിനാൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾക്കും ദേവാലയങ്ങളിൽ ഉണ്ടാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ വോട്ട് ചെയ്യാൻ 12D ഫോറങ്ങൾ ബൂത്ത് ലെവൽ ഓഫീസർമാർ ഇന്നു മുതൽ വിതരണം ചെയ്യും. 85 വയസ്സിന് മുകളിലുള്ളവർക്കും ഭിന്നശേഷിക്കാരായ വോട്ടർമാർക്കുമാണ് 12D ഫോറങ്ങൾ നൽകുന്നത്. ഏപ്രിൽ 1 മുമ്പ് പൂരിപ്പിച്ച് നൽകുന്നവർക്കാണ് പോസ്റ്റൽ വോട്ട് ചെയ്യാൻ അവസരം. പ്രായാധിക്യം കൊണ്ട് ബുദ്ധിമുട്ടുള്ളവർക്കും ഭിന്നശേഷിക്കാർക്കും പോളിംഗ് കേന്ദ്രത്തിൽ പോകാതെ വോട്ട് ചെയ്യാനുള്ള അവസരമാണ് ഒരുക്കുന്നത്. മോസ്കോ ഭീകരാക്രമണത്തിൽ 11 പേർ പിടിയിൽ. ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത 4 പേർ അടക്കമുള്ളവരാണ് പിടിയിലായത്. യുക്രൈൻ അതിർത്തിയിൽ നിന്നാണ് ഇവരെ പിടികൂടിയതെന്ന് റഷ്യ അറിയിച്ചു. അതേസമയം ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് യുക്രൈൻ വ്യക്തമാക്കി. ഭൂട്ടാനിൽ ഇന്ത്യൻ സഹകരണത്തോടെ നിർമ്മിച്ച ആശുപത്രി ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് തോക്ബെയും. തലസ്ഥാനമായ തിമ്പുവിലാണ് 150 കിടക്കകളും അത്യാധുനിക സൗകര്യങ്ങളുമുള്ള ആശുപത്രി നിർമ്മിച്ചത്. ആരോഗ്യ മേഖലയിലെ സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി. 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി മോദി മടങ്ങിയെത്തി. കോഴിക്കോട് താമരശ്ശേരിയിൽ കെട്ടിടത്തിന് തീപിടിച്ചു. പഴയ ബസ് സ്റ്റാൻഡിലെ കെട്ടിടത്തിലാണ് തീപിടിച്ചത്. കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സരോജ് ബേക്കറിയിൽ നിന്നാണ് തീ പടർന്നത് എന്നാണ് നിഗമനം. രാത്രി 12:25 തീപിടുത്തമുണ്ടായത്. പുലർച്ചെ 3 മണിയോടെയാണ് തീ പൂർണ്ണമായും അണച്ചത്. 2 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. വീണ്ടും ഗാസ സന്ദർശിച്ച് UN ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസ്. റാഫേൽ ഇസ്രായേൽ കരയാക്രമണത്തിന് കോപ്പുകൂട്ടുന്ന പശ്ചാത്തലത്തിൽ സമാധാന സാധ്യതകൾ തേടിയാണ് സന്ദർശനം. ഈജിപ്ത് നേതാക്കളുമായും ഗുട്ടറസ് കൂടിക്കാഴ്ച നടത്തി. ചൈനീസ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ടിക്ടോക്കിനെ ദേശസുരക്ഷയ്ക്ക് ഗുരുതര ഭീഷണിയായി പ്രഖ്യാപിച്ച തായ്വാൻ. ടിക്ടോക്കിനെ നിരോധിക്കാനുള്ള നിയമം US ജനപ്രതിനിധി സഭ പാസാക്കി ദിവസങ്ങൾക്കകമാണ് തായ്വാന്റെ നീക്കം. തായ്വാന്റെ സൈബർ സുരക്ഷാ നിയമത്തിൽ ഭേദഗതി വരുത്താൻ ആലോചനയുണ്ടെന്ന് ഡിജിറ്റൽ കാര്യമന്ത്രി ഔർദേ ടാങ് അറിയിച്ചു. ഭവന പ്രതിസന്ധിയെ തുടർന്ന് വിദേശികളെ കുറയ്ക്കാൻ കാനഡയുടെ നീക്കം. താൽക്കാലിക താമസക്കാരെ കുറയ്ക്കാനും കുടിയേറ്റത്തിന് പരിധി നിശ്ചയിക്കാനും പദ്ധതിയിടുന്നുണ്ടെന്ന് ഇമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലർ അറിയിച്ചു. വിദേശ വിദ്യാർത്ഥികൾ അടക്കമുള്ളവരുടെ താമസകാല പരിധി നിയന്ത്രിക്കാനും പ്രവേശന മാനദണ്ഡങ്ങൾ കർശനമാക്കാനുമാണ് നീക്കം. വെങ്കട് പ്രഭു സംവിധാനം ചെയ്യുന്ന എന്ന ചിത്രം പൂർത്തിയാക്കി വിജയ് ഇന്ന് ചെന്നൈയിലേക്ക് മടങ്ങും. രാത്രി തിരുവനന്തപുരം എയർപോർട്ടിലാണ് ഗോട്ടിന്റെ അവസാനവട്ട ചിത്രീകരണം നടക്കുക. ചിത്രീകരണം വൈകിയാൽ നാളെ രാവിലെയാകും മടങ്ങുക. 15 ദിവസത്തെ ക്ലൈമാക്സ് ചിത്രീകരണമാണ് തിരുവനന്തപുരത്ത് പ്ലാൻ ചെയ്തിരുന്നതെങ്കിലും 7 ദിവസം കൊണ്ട് ചിത്രീകരണം പൂർത്തിയായി. വീണ്ടും തിരിച്ച് നമ്മളുള്ള ഈ സേക്രഡ് ഹാർട്ട് ലാറ്റിൻ ചർച്ചിലേക്ക് തൃശ്ശൂരിലെ
പ്രധാനപ്പെട്ട ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിലേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഓശാന ഞായറിൻ്റെ പ്രത്യേകതയുള്ള ദിവസമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള ഒരു ദിവസം കൂടിയാണ് ഓശാന ഞായർ. അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒരുപാട് വിശ്വാസികൾ, നമുക്ക് ആ ദൃശ്യങ്ങളിൽ ധനേഷ് ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. ഒരുപാട് വിശ്വാസികൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരിവിടെ 7:30 മണിക്കാണ് ഇവിടെ മാസ് ആരംഭിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. 7:30 മണിയോടുകൂടി ഈ മാസം ആരംഭിക്കും. അവിടെ പങ്കെടുക്കാനായി വിശ്വാസികൾ എത്തുന്നു. സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം, അതായത് പ്രത്യേകിച്ചും ഇന്ന് അല്പസമയം മുമ്പ് വരുന്നത്, അല്പസമയശേഷം വരുന്നത് സുരേഷ് ഗോപിയാണ്, ഇവിടുത്തെ BJPയുടെ സ്ഥാനാർത്ഥി. കിരണ്, നമ്മൾ പറഞ്ഞു തുടങ്ങിയത്, അതായത് സുരേഷ് ഗോപി ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ച വർഗീസ് ചേട്ടൻ അല്ലേ, വലിയ ഈ സുരേഷ് ഗോപി കാഴ്ചവെക്കുന്ന ഒരു മത്സരത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. വലിയ മത്സരമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. കാരണം ഈ ഒരു BJP സ്ഥാനാർത്ഥി എന്നതിനപ്പുറം നേരത്തെ കിരൺ പറഞ്ഞു തുടങ്ങിയത്, ഇദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. മോദി നേരിട്ട് വന്ന് പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥി, പറയാതെ പറഞ്ഞു വെച്ച ഒരു സ്ഥാനാർത്ഥി എന്നും സുരേഷ് ഗോപി വിശേഷിപ്പിക്കാം. മറ്റൊന്ന്, കഴിഞ്ഞ 5 വർഷമായി അദ്ദേഹത്തിന്റെ സാന്നിധ്യം എവിടെയുണ്ട്? ശക്തൻ മാർക്കറ്റിലൊക്കെ ആയാലും രാജ്യസഭാ MP ആയ സമയത്ത് അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ചർച്ചയായിരുന്നു. നേരത്തെ നിയമസഭാ മണ്ഡലത്തിൽ ഇവിടെ മത്സരിച്ച് പരാജയപ്പെട്ടതിന് ശേഷം മുതൽ തന്നെ സുരേഷ് ഗോപി ലോക്സഭാ തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. അത് ഗുണം ചെയ്യും. ഈ സുനിൽകുമാറും മുരളീധരനെ പോലെ കരുത്തന്മാർക്കൊപ്പം പിടിച്ചു നിൽക്കാൻ ആ ഒരു ജനകീയത ഒരുപക്ഷെ സുരേഷ് ഗോപിയെ സഹായിച്ചേക്കാം അല്ലേ? ഒരുപക്ഷെ BJPയെ സംബന്ധിച്ച് BJPയുടെ ഒരു പ്രധാനപ്പെട്ട മണ്ഡലമൊന്നും ആയിരുന്നില്ല തൃശ്ശൂരിനേക്കാളെ ഇപ്പോൾ തിരുവനന്തപുരമൊക്കെ കഴിഞ്ഞ 2 തവണയെ 2ാം സ്ഥാനത്ത് വരുന്നതാണ്. കഴിഞ്ഞ തവണയും തൃശ്ശൂർ 3ാം സ്ഥാനത്ത് തന്നെയായിരുന്നു BJP ഉണ്ടായിരുന്നത്. വലിയ വോട്ട് മാർജിനിൽ തന്നെയായിരുന്നു 3ാം സ്ഥാനത്ത് ഉണ്ടായിരുന്നതും. പക്ഷേ അന്ന് മുതൽ 2 തവണത്തെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയവും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയവും, ആ പരാജയം ഘട്ടത്തിൽ മുതൽ തന്നെ സുരേഷ് ഗോപി ഇവിടെ സജീവമായി തന്നെ ഞാനിവിടെ ഉണ്ട്, ഞാനാണ് സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിച്ചില്ലെങ്കിലും അങ്ങനെ സുരേഷ് ഗോപി തന്നെ പ്രഖ്യാപിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ആ തരത്തിൽ തന്നെ പ്രചരണത്തിനുണ്ടായിരുന്നു. വളരെ നേരത്തെ തന്നെ വ്യക്തമായി ഈ സിറ്റിംഗ് MP-മാരല്ലാതെ മറ്റാരും മത്സരിക്കും പ്രതിപക്ഷത്തു നിന്നുള്ള ചോദ്യം വരുമ്പോൾ BJPയുടെ ഒരു സ്ഥാനാർത്ഥി വളരെ കൃത്യമായിരുന്നു. അത് ഇവിടെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി എന്നതായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ തിരുവനന്തപുരത്തേക്കാൾ BJPയും NDAയും ഒക്കെ കൂടുതൽ ഈ താരപ്രചരണമെന്നോ അല്ലെങ്കിൽ ആ തരത്തിലേക്കൊക്കെ ഒരു ഉത്സവാന്തരീക്ഷം കൂടുതൽ സൃഷ്ടിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അത് സുരേഷ് ഗോപിയുടെ സാന്നിധ്യം തന്നെയാണ്. സുരേഷ് ഗോപിയിലൂടെ ഈ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയും എന്നൊക്കെ ഒരു പ്രതീക്ഷ സ്വാഭാവികമായും BJPക്കുണ്ട്. പക്ഷേ ഇടതുമുന്നണി വലിയ പ്രതീക്ഷ വെക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 7 മണ്ഡലങ്ങൾ 4 CPM 3 CPI-യുമാണ് വിജയിച്ചത്. മുഴുവൻ മണ്ഡലങ്ങളിലും ഇടതുമുന്നണിയുടെ വലിയ മുന്നേറ്റം ഉണ്ടായ സ്ഥലം കൂടിയാണ് തൃശ്ശൂർ. പരമ്പരാഗതമായി അങ്ങനെ ഒരു ഇടതുമുന്നണിയൊക്കെ കോൺഗ്രസിനും വലിയ സ്വാധീനമുള്ള സ്ഥലമാണ്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ചരിത്രമെടുത്താലും അങ്ങനെ തന്നെയാണ്. 2 മുന്നണികൾക്കും തുല്യമായ പ്രാധാന്യം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണിക്ക് ഒരു വലിയ ആധിപത്യം എന്ന് പറയാനുള്ള ഒരു നേരിയ ആധിപത്യം പഴയ കണക്ക് വെച്ച് നോക്കിയാൽ ഇടതുമുന്നണി കൊണ്ടുവന്നതിനപ്പുറത്തേക്ക് പിന്നീട് 2 പേർക്കും ഒരേപോലെ സാന്നിധ്യമുള്ള മണ്ഡലമാണ്. അത്തരം ഒരു സ്ഥലത്ത് ഈ 2 മുന്നണികൾ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുമ്പോൾ കഴിഞ്ഞ തവണ രാജാജി മാത്യു തോമസ് ആയിരുന്നെങ്കിൽ ഇത്തവണ അങ്ങനെ രാജാജി മാത്യു തോമസിന്റെ സാധാരണഗതിയിൽ അങ്ങനെ ഒരു മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഒപ്പം നിൽക്കുന്ന നേതാവാണെങ്കിൽ പോലും ഒപ്പം നിൽക്കുന്ന ഒരാളാണോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അതൊക്കെ മാറ്റിക്കൊണ്ട് തൃശ്ശൂരിൽ നിന്ന് ഇടതുമുന്നണി തന്നെ അവർക്ക് തൃശ്ശൂരിൽ ലഭിക്കാവുന്ന അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഉള്ളതിൽ ഏറ്റവും ജനകീയനായ ഒരു ചെറുപ്പക്കാരൻ കൂടിയായ സുനിൽകുമാർ, അന്നേ ചെറുപ്പത്തിൽ തന്നെ മന്ത്രിയായാൽ, സാധാരണ എല്ലാ മനുഷ്യരുമായും നല്ല ബന്ധത്തിലുള്ള ഒരാൾ, പ്രത്യേകിച്ച് തൃശ്ശൂരിൽ എപ്പം പൂരം നമ്മൾ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞാലും എത്രയോ കാലമായി വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു കൊമ്പനെ പോലെ തന്നെ നിൽക്കുന്ന ഒരാളാണ് സുനിൽകുമാർ. അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ നിന്നും അവസാന നിമിഷം അപ്രതീക്ഷിതമായ നീക്കം വരുന്നത് കെ മുരളീധരൻ എത്തുന്നു. കെ മുരളീധരൻ എന്ന് പറഞ്ഞാൽ തൃശ്ശൂരുകാരെ സംബന്ധിച്ചിടത്തോളം കരുണാകരന്റെ മകൻ, എല്ലാ തരത്തിലും സ്വന്തമായ ആൾ. തിരുവനന്തപുരത്തേക്ക് ഒന്ന് പോകണം. അവിടെ പാളയം സെന്റ് ജോസഫ്സ് പള്ളിയിൽ കത്തീഡ്രലിൽ ശശി തരൂർ, നമുക്കറിയാം തിരുവനന്തപുരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി ശശി തരൂർ എത്തിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇന്ന് സ്ഥാനാർത്ഥികളൊക്കെ മിക്കവാറും സമയം ചിലവഴിക്കുക ഈ പള്ളികളിലും മറ്റുമായിരിക്കും എന്ന് വേണം കരുതാൻ. നമുക്ക് ആ തരൂരിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കൂടി ഒന്ന് പോകാം. ശശി തരൂര് ഇപ്പോൾ പാളയം സെന്റ് ജോസഫ് പള്ളിയിൽ ഉണ്ട്. അവിടെ അദ്ദേഹം ഈ വിശുദ്ധ ഞായറുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓശാന ഞായറുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു, വിശ്വാസികളെ കാണുന്നു, വോട്ട് തേടുന്നു. അങ്ങനെ തരൂരിൻ്റെ സാന്നിധ്യം, തരൂരല്ല ഇന്ന് മിക്കവാറും എല്ലാ സ്ഥാനാർത്ഥികളും ഇന്ന് സമയം ചിലവിടുക സ്വാഭാവികമായും ഇത്തരം ആരാധനാലയങ്ങളിലായിരിക്കും. അതുപോലെ തന്നെ ക്രിസ്തുമത വിശ്വാസികൾക്ക് ഏറെ പ്രധാനപ്പെട്ട പവിത്രമായ ഒരു ദിവസമാണ് ഇന്ന്. ഈസ്റ്ററിന് മുൻപുള്ള ഞായർ, ഓശാന ഞായർ എന്നുള്ളതും അത് കുരുത്തോല പെരുന്നാളൊക്കെയായി അത് ആചരിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇവിടെ വിശ്വാസികളുടെ വലിയ കൂട്ടായ്മ, വലിയ സംഗമം ഇവിടെ സ്വാഭാവികമായും ഉണ്ടാകും. അങ്ങനെ വിശ്വാസികളെ കാണാനും അവരുടെ വോട്ട് തേടാനും അനുഗ്രഹം തേടാനും ഒക്കെയായി ഇതാ ശശി തരൂർ
തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി അവിടെ പള്ളിയിലുണ്ട്. നമ്മൾക്കപ്പോൾ തിരിച്ച് തൃശ്ശൂരിലേക്ക് തന്നെ വരാം അല്ലേ? തിരിച്ച് തൃശ്ശൂരിലേക്ക് വരാം. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അത് നമുക്ക് പ്രേക്ഷകർ കാണാം. ഈ നമ്മുടെ ലത്തീൻ കാത്തലിക് പള്ളിയിൽ ഓശാന ഞായർ സംബന്ധിച്ചുള്ള പവിത്രമായ ചടങ്ങുകൾ ആരംഭിക്കാൻ പോവുകയാണ്. ഈശോയും ശിഷ്യന്മാരുമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈശോയും ശിഷ്യന്മാരുമാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഒരുപക്ഷെ എല്ലാ പള്ളികളിലും ഈ ദൃശ്യം ഇത്തരം ഈശോ ശിഷ്യന്മാരെയും ഇത്തരത്തിൽ ഉണ്ടാകണമെന്നില്ല. ഇത് നമ്മുടെ തൃശ്ശൂരിലെ ഒരു പ്രത്യേകതയായി കൂടി കാണണം. വിശ്വാസം പലതരത്തിലാണ് പള്ളികളിൽ വിശ്വാസികളുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് എന്ന് കൂടി ചേർത്ത് വായിക്കണം. ഈശോയും ശിഷ്യന്മാരെയുമാണ് നമ്മൾ കാണുന്നത്. നമുക്ക് തിരിച്ച് രാഷ്ട്രീയത്തിലേക്ക് പോകണ്ടേ ധനേഷ്? നമ്മൾ തിരിച്ച് രാഷ്ട്രീയത്തിലേക്ക് പോകണ്ടേ കിരൺ? അത് നമ്മൾ നേരത്തെ പറഞ്ഞ് വെച്ചത് നമുക്ക് ചില BJPയുടെയൊക്കെ ആളുകളാണ് ഇവിടെ സുരേഷ് ഗോപിയെ കാണാനും സ്വീകരിക്കാനും ഒക്കെയായി രാഷ്ട്രീയക്കാരുമൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തും. 7:30 മണിക്ക് ഇവിടെ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പ്രധാനമായും ഈ ക്ഷേത്രങ്ങള്, പള്ളികള്, മുസ്ലിം പള്ളിയായാലും ക്രിസ്ത്യൻ പള്ളിയായാലും ഇത്തരം ആഘോഷങ്ങൾ, മതപരമായ ചടങ്ങുകൾ നടക്കുന്നിടത്തെല്ലാം എല്ലാ സ്ഥാനാർത്ഥികളും ആർക്കും ആരെയും കുറ്റം പറയാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങനെ എല്ലാവരും പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത് തുടക്കഘട്ടത്തിലൊക്കെ എല്ലാവരും വലിയ വാഹന പ്രചരണത്തിന്റെ ഒരു ഘട്ടത്തിലേക്കൊന്നും എത്തിയില്ല. അത് 1-2 ആഴ്ചകൾ കൂടി കഴിയും അത്ര ഒരു വലിയ ഒരു ആഘോഷത്തിന്റെ അല്ലെങ്കിൽ ഒരു മൂഡിലേക്ക് എത്താൻ. അതിനു മുമ്പായി എല്ലാ പള്ളികളിലും അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രങ്ങളിലും ആരാധന എവിടെയൊക്കെ നടക്കുന്നു, എവിടെയൊക്കെ ഉത്സവങ്ങൾ നടക്കുന്നു ആ സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ നമ്മൾ എല്ലാ സ്ഥാനാർത്ഥികളും മണ്ഡലങ്ങളിലെല്ലാം പോകുമ്പോൾ പ്രധാനമായും കാണുന്നത് അങ്ങനെയാണ്. സ്ഥാനാർത്ഥികളെ ഒരുമിച്ച് കിട്ടുന്നത്, സ്ഥാനാർത്ഥികളെ കാണാൻ കിട്ടുന്നത് പ്രധാനമായും ഈ ആരാധനാ ആലയങ്ങളിലാണ്. എല്ലാവരും, എല്ലാ വിശ്വാസികളെയും, എല്ലാ മതവിശ്വാസികളെയും ഞങ്ങൾക്കൊപ്പം നിർത്തുക, തങ്ങളുടെ വോട്ട് എല്ലാവരുടെയും ഉറപ്പാക്കുക, അതിനുവേണ്ടിയുള്ള വലിയ പരിശ്രമം കൂടിയാണ് നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. അതിന് അങ്ങനെ ഏതെങ്കിലും ഒരു മതത്തിന്റെ വ്യത്യാസമോ അല്ലെങ്കിൽ മതത്തിനകത്തുള്ള വിഭാഗങ്ങളുടെ വ്യത്യാസമോ ഒന്നുമില്ല. എല്ലായിടത്തും എത്തിച്ചേരുക എന്നുള്ളതാണ് ഇവരൊക്കെ നേരിടുന്ന ഒരു വെല്ലുവിളി. ചിലപ്പോൾ ചില മതങ്ങളിൽ അത് കൂടുതൽ എത്തിക്കാണും, ചിലതിന് കുറഞ്ഞു കാണും. അപ്പം അങ്ങനെ കുറയരുത്, കൂടരുത് എന്നൊക്കെയുള്ള വെല്ലുവിളികൾ കൂടെ ഉണ്ട്. അല്ലെങ്കിൽ അടുത്തൊരു പള്ളിയിൽ പോയി തൊട്ടടുത്തൊരു പള്ളിയിൽ പോയില്ലെങ്കിൽ ചിലപ്പോൾ അവിടെ ഒരു വോട്ടിനെയൊക്കെ മാറ്റി വന്ന് തൊട്ടുപുറകെ അടുത്ത സ്ഥാനാർത്ഥി ആ പള്ളിയിലോ അല്ലെങ്കിൽ അമ്പലത്തിലോ എത്തിക്കഴിയും. കാരണം പരമാവധി അങ്ങനെ ആളുകളിലേക്ക് എത്തുക എന്ന പ്രധാനപ്പെട്ട. നമസ്കാരം. എങ്ങനെയുണ്ട് തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് ചൂട്? തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് ചൂട് അതിഗംഭീരം. എങ്ങനെ പേരെങ്ങനെയാ? ബിജോയ് തോമസ് എന്ന് പറയും. അതിഗംഭീരമാണ്. അതിഗംഭീരമാണ്. 3 പേരും ഗംഭീരന്മാരാണല്ലേ? 3 പേരും ഗംഭീരന്മാരെന്ന് പറയില്ല. സുരേഷ് ഗോപി ഗംഭീരമാണ്. ഒരു നല്ല മനുഷ്യൻ ജയിക്കട്ടെ. ഈ 2019 സുരേഷ് ഗോപി എന്ന സ്ഥാനാർത്ഥി ഇവിടെ മത്സരിക്കാൻ വരുന്നത് ലോക്സഭയിൽ. ഈ 2024 വരുമ്പോൾ എന്ത് വ്യത്യാസമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഒരു വിജയത്തിലേക്ക് എത്തത്തക്ക വിധത്തിൽ ആ ഒരു പ്രചരണം വളർന്നു കഴിഞ്ഞോ? തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷമായിട്ട് അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് ഇവിടെ നിന്ന് പോകുകയല്ല ഉണ്ടായത്. ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് ജനങ്ങളുടെ ഇടയിൽ അവരുടെ ആവശ്യങ്ങളുമായിട്ട്, അവരുടെ പ്രശ്നങ്ങളുമായിട്ട് ഇടപഴകിക്കൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു വളരെ സുപരിചിതനും വളരെ മനുഷ്യസ്നേഹിയായിട്ട് എല്ലാവരും അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സുരേഷ് ഗോപി ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കും. അത് തൃശ്ശൂരിന് വേണ്ടിയിട്ടാണ്. തൃശ്ശൂരിൻ്റെ വികസനത്തിനൊരു വലിയ പുതിയ മുഖം കൊടുക്കാൻ കഴിയുന്ന ആവശ്യമായിട്ടുള്ള ഒരു വിജയമാണെന്ന് തൃശ്ശൂരുകാരെല്ലാവരും കരുതുന്നു. പക്ഷേ എതിർ സ്ഥാനാർത്ഥികളും നിസ്സാരക്കാരല്ല. സാക്ഷാൽ കെ മുരളീധരനും തൃശ്ശൂരുകാരുടെ പ്രിയപ്പെട്ട സുനിൽകുമാറുമാണ്. അങ്ങനെ പറഞ്ഞുകൂടാ. അവരൊക്കെ രാഷ്ട്രീയ രംഗത്ത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അവരെന്തൊക്കെ ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് തൃശ്ശൂരിന് ബോധ്യമുണ്ട്. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ രാജ്യസഭാ അംഗത്വം ആ ഉള്ള സമയത്തും അദ്ദേഹത്തിന് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അതിനേക്കാൾ മറ്റ് സ്ഥാനാർത്ഥികളെക്കാൾ ഒരു പടി കൂടി മുന്നോട്ട് കടന്നു പോകാനായിട്ട് അദ്ദേഹത്തിന് കഴിയും. അതാണ് ഒരു വിശ്വാസം. നമുക്കറിയാം, നേരത്തെ ഞാനും കിരണമൊക്കെ പറഞ്ഞതുപോലെ കഴിഞ്ഞ 3-4 വർഷമായി 4-5 വർഷമായി ഇവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാനാർത്ഥി. പക്ഷേ കെ മുരളീധരൻ, നമുക്കറിയാം TN പ്രതാപൻ ഇവിടെ ജയിച്ചു, വലിയ പോരാട്ടത്തിൽ കഴിഞ്ഞ തവണ ജയിച്ചു.
പക്ഷേ അവസാന നിമിഷം പത്മജ വേണുഗോപാൽ BJP പോകുന്നു അപ്രതീക്ഷിതമായി. നമ്മൾ മാധ്യമങ്ങളൊക്കെ നമ്മളടക്കം വിശേഷിപ്പിച്ചത് കോൺഗ്രസിന്റെ സർജിക്കൽ സ്ട്രൈക്ക് എന്നാണ് അല്ലേ മുരളീധരന്റെ വരവിന്. ആ സർജിക്കൽ സ്ട്രൈക്കിന് അതെങ്ങനെ കാണണം? മുരളീധരൻ നിസ്സാരനല്ല. നേരത്തെ കിരൺ പറഞ്ഞതുപോലെ വിശ്വസിച്ച് കോൺഗ്രസിന് ഏത് മണ്ഡലത്തിലും കേരളത്തിൽ മത്സരിപ്പിക്കാവുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അതായത് കോൺഗ്രസിന് കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ച് മത്സരം കളിപ്പിച്ചു കഴിഞ്ഞു. എനിക്ക് അതിനേക്കാൾ എനിക്ക് ഒരു കൗതുകമായി തോന്നുന്നത്, സാധാരണഗതിയിൽ ഒരു സ്ഥാനാർത്ഥി പ്രചരണത്തിന് ഇറങ്ങി പ്രചരണം തുടങ്ങി ചൂരരുത്ത കഴിഞ്ഞ് അതിന് കഴിഞ്ഞിട്ട് മാറ്റുമ്പോൾ ഏത് പാർട്ടിയാണെങ്കിലും പുറമേ കാണിച്ചാലും പുറമേ കാണിച്ചില്ലെങ്കിലും ഒക്കെ ഉള്ളിലെ ഒരു വിഷമം അവരുടെ മുഖത്തെങ്കിലും നമുക്ക് വായിച്ചു പ്രതിഷേധവും വിഷമമൊക്കെ വായിച്ചെടുക്കാൻ കഴിയും. കർണാടക കാലത്തൊക്കെ നമ്മൾ ഓർമ്മയുണ്ടാവും 3 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ചുവരെഴുത്ത് കഴിഞ്ഞ് മാറ്റി കർണാടകൻ 3 സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുക, ആ 3 പേരെ വിജയിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ പക്ഷെ അതല്ല, ഏത് സ്ഥാനാർത്ഥിയായാലും മാറ്റുമ്പോൾ വലിയ പ്രതീക്ഷയാണല്ലോ ഒരു സ്ഥാനാർത്ഥിക്ക്, അത് മാറ്റം ഉണ്ടാകുമ്പോൾ. പക്ഷേ എന്തായാലും TN പ്രതാപൻ അങ്ങനെ ആയിരുന്നില്ല. TN പ്രതാപൻ വളരെ സന്തോഷത്തോടുകൂടി ഈ സ്ഥാനാർത്ഥിയേക്കാൾ സന്തോഷത്തോടുകൂടി മാറാം. അതിന് മറ്റു ചിലപ്പോൾ രാഷ്ട്രീയം കാണും, സംസ്ഥാന രാഷ്ട്രീയത്തേക്ക് മടങ്ങി വരാമെന്നൊക്കെയുള്ള പ്രതീക്ഷകളൊക്കെ കാണും. എന്തായാലും ആ സമയത്ത് അത് കാണിച്ചു എന്നുള്ളതിനെ നമ്മൾ അംഗീകരിക്കണം. ഈ കെ മുരളീധരൻ വന്നതോടുകൂടിയുള്ള മാറ്റം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു മത്സരത്തിനെ സംബന്ധിച്ചിടത്തോളം മുരളീധരൻ, പ്രത്യേകിച്ച് കരുണാകരനൊക്കെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനമുണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അവിടെ പത്മജയെ പോലെ കരുണാകരന്റെ മകൾ BJP പോകുമ്പോൾ കരുണാകരൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ എക്കാലത്തെയും ഏറ്റവും തലമുതിർന്ന നേതാവ്, അദ്ദേഹത്തിന്റെ ലെഗസി എന്ന് പറയുന്നത് അത് BJP ഒരിക്കലും അവകാശപ്പെടാൻ കഴിയുന്നില്ല, അത് കോൺഗ്രസിന് തന്നെയാണ് എന്നത് ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്നത്. അല്ലെങ്കിൽ സ്വാഭാവികമായും പത്മജ പോകുമ്പോൾ കരുണാകരനെ അനുകൂലിക്കുന്നവരൊക്കെ പത്മജയ്ക്കൊപ്പം പോയി എന്നൊക്കെ ഒരു തോന്നലെങ്കിലും സൃഷ്ടിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അതിനെ വളരെ, എനിക്ക് തോന്നുന്നു കോൺഗ്രസ് അടുത്ത കാലത്ത് എടുത്ത സ്ഥാനാർത്ഥി നിർണയത്തിലെടുത്ത ഏറ്റവും തന്ത്രപരമായ ഒരു മാസ്റ്റർ സ്ട്രൈക്ക് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം കെ മുരളീധരനെ പോലെ ഒരാൾ നിൽക്കുന്നു. പക്ഷേ ഇത് നേരത്തെ തന്നെ ഇടതുമുന്നണി അത് നേരത്തെ മുൻകൂട്ടി കണ്ട് ഇടതുമുന്നണി, പ്രത്യേകിച്ച് CPI സംബന്ധിച്ച് CPI കഴിഞ്ഞ തവണ ഒരു മണ്ഡലത്തിലും ജയിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഒരിടത്ത് എങ്കിലും ജയിക്കുക എന്നുള്ളത് CPIക്ക് ഏറ്റവും പ്രധാനമാണ്. CPIക്ക് കേരളത്തിലെ 4 മണ്ഡലങ്ങളിൽ ജയസാധ്യത ഏറ്റവും കൂടുതൽ ഉള്ള ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ. നേരത്തെ CN ജയദേവൻ അവിടെ MP ആയിരുന്നാണ്, BV രാഘവൻ MP ആയിരുന്നാണ്. അങ്ങനെ CPIയെ സംബന്ധിച്ചിടത്തോളം 1 വട്ടം MPമാർ ഉണ്ടായിരുന്ന ഒരു സ്ഥലം. 87 മുതലാണെന്ന് തോന്നുന്നല്ലേ ഇവിടെ കോൺഗ്രസ് ജയിച്ചു തുടങ്ങിയത്. ഒരു 80-87 വരെയൊക്കെ ആ തുടക്കം മുതൽ തന്നെ തുടർച്ചയായിട്ട് P. ആന്റണിയാണ് വരുന്നത്. P. ആന്റണിക്ക് ശേഷം പിന്നീട് PC ചാക്കോ വന്ന് വിജയിക്കുന്നു. പിന്നീട് അതിനുശേഷമാണ് വീണ്ടും CPI അത് തിരിച്ചു പിടിക്കുന്നു. പക്ഷെ അതിനുശേഷമുള്ള എല്ലാ വർഷവും പരിശോധിച്ച് നോക്കിയാൽ ഒരിക്കൽ LDF ഒരിക്കൽ UDF എന്നുള്ള കണക്കിൽ തന്നെയാണ് ഇവിടെ ജയിക്കുന്നത്. അതുകൊണ്ട് തൃശ്ശൂർ മണ്ഡലത്തെ അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഈ പാർട്ടിക്ക് ആധിപത്യമുണ്ട് അല്ലെങ്കിൽ അതിനൊക്കെ ജയിക്കാൻ കഴിയില്ല, അങ്ങനെ ഒന്നും കാണാൻ കഴിയില്ല. കഴിഞ്ഞ തവണത്തെ ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണത്തിൽ അതിന് തൊട്ട് മുമ്പിൽ തവണത്തെ ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ഈ സ്ഥാനാർത്ഥികളെ മാറ്റി കൂടിയാണ് മത്സരിച്ചത് കോൺഗ്രസ്. ചാലക്കുടിയിലെയും തൃശ്ശൂരിലെയും സ്ഥാനാർത്ഥികളെ PC ചാക്കോയും അതോടൊപ്പം തന്നെ തുടരാം അങ്ങനെ സ്ഥാനാർത്ഥികളെ മാറ്റി മത്സരിച്ച ഒരു മണ്ഡലം കൂടിയായിരുന്നു. പക്ഷെ അവിടെ രണ്ടിടത്തും പരാജയപ്പെട്ടു പോകുന്ന അവസ്ഥ കൂടിയാണ് അന്നുണ്ടായത്. അതിനുശേഷമാണ് പിന്നീട് വീണ്ടും കഴിഞ്ഞ തവണ കോൺഗ്രസ് മണ്ഡലം തിരിച്ചുപിടിക്കുന്നു. ഇവിടെ പള്ളിയിലെ ചടങ്ങുകളിലേക്ക് കടക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും യേശുവിന്റെയും ശിഷ്യന്മാരുടെയും ഒക്കെ വേഷം കെട്ടിയ ആളുകൾ ഈ ഓശാന ഞായർ ദിവസം എനിക്ക് PCR-ന്ന് നമ്മുടെ ബിൻസ് പറഞ്ഞു തരികയായിരുന്നു. കഴുതപ്പുറത്ത് കർത്താവ് ഈ വേഷം കെട്ടി വരുന്ന ഒരു പ്രത്യേകതയുണ്ട്, അതിൻ്റെ ഒരു ഐതിഹ്യമുണ്ട്. അതാണ് ജെറുസലേമിലേക്ക് അതിൻ്റെ ഒരു പ്രതിരൂപമാണ് ഈ കാണുന്നത് എന്ന് വിൻസ് പറയുകയായിരുന്നു. നമുക്കറിയാം ഈശോയുടെയും ശിഷ്യന്മാരുടെയും ദൃശ്യങ്ങളുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഭാഗത്തൊന്നും ഇങ്ങനെ ഉള്ള പള്ളികളിൽ പ്രാർത്ഥന മാസമൊക്കെ നടക്കുമെങ്കിലും ഇങ്ങനെയുള്ള വിശ്വാസത്തിൻ്റെ മറ്റൊരു രൂപം കാണാൻ സാധിക്കില്ല. തൃശ്ശൂർ വിശ്വാസികളുടെ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. എന്തായാലും നമുക്ക് ഇതാണ് സാഹചര്യം. ഇത്തരത്തിലുള്ള നമുക്ക് നമ്മളൊപ്പം ചില BJPയുടെ മറ്റു ചില പ്രധാനപ്പെട്ട നേതാക്കളുമൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരൊക്കെ സുരേഷ് ഗോപിയെ ഇവിടെ കാത്തു നിൽക്കുകയാണ്. അദ്ദേഹം എപ്പോഴേക്ക് എത്തുമെന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? എപ്പോഴേക്ക് എത്തും അദ്ദേഹം? 7:30 എത്തുന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആണല്ലേ? എങ്ങനെയുണ്ട് ഇത്തവണത്തെ സാധ്യതകൾ എങ്ങനെയാണ് കാണുന്നത്? സുരേഷ് ഗോപി ജയിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു? അതിനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? അതെങ്ങനെയാണ് അത് അദ്ദേഹം നിങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്? അല്ല, സാധ്യതകൾ വളരെയധികം നിലനിൽക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഈ കഴിഞ്ഞ നമ്മൾ അദ്ദേഹം ആളുകളുടെ അടുത്ത് എത്തുമ്പോഴും അവരുടെ റെസ്പോൺസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ അദ്ദേഹം കഴിഞ്ഞ 5 വർഷമായി വളരെ നിറഞ്ഞ് തൃശ്ശൂരിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും പ്രവർത്തന രീതി കൊണ്ട് എല്ലാ സ്ഥലത്തും പോയി ആളുകളെ കാണുകയും അവരെ ക്ഷേമം അന്വേഷിക്കുകയും അതിനുവേണ്ടി വർക്കുകയും ചെയ്യുന്ന ഒരാളായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ ഒരു ഇലക്ഷൻ ടൈമിൽ ഓടി വന്നു വരുന്ന ഒരാളെ പോലെ കാണാതെ നമ്മളിൽ ഒരാളായി കണ്ടിട്ടാണ് ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുള്ളത്. ഈ 2 തവണയോളം നരേന്ദ്രമോദി അല്ലേ തൃശ്ശൂരിൽ എത്തിയിരുന്നു?
സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കാനാണെങ്കിൽ കൂടി അത് പലതരത്തിലുള്ള സ്നേഹമാണ് അല്ലേ? അത് എങ്ങനെ തൃശ്ശൂരുകാരിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്നാണ്? നിങ്ങൾക്ക് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണല്ലോ, സ്വാഭാവികമായും അതും ഒരു കൃത്യമായ സന്ദേശം നൽകുന്നൊരു കാര്യമാണല്ലോ. അതെ, തീർച്ചയായും അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ ഒരു ക്യാബിനറ്റ് മന്ത്രി അല്ലെങ്കിൽ ഒരു മിനിസ്റ്റർ എന്നുള്ള ലെവൽ വരുമ്പോൾ അത് വളരെയധികം ഗുണം ചെയ്യുന്ന തൃശ്ശൂർക്കാർക്ക് തന്നെയാണ്. അത് ഈ മോദിജി മോദിജി അദ്ദേഹം ആയിട്ടുള്ള ബന്ധം അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നല്ലൊരു മാറ്റം തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടാവുമെന്ന് തീർച്ചയായും പ്രതീക്ഷിക്കാം. അങ്ങനെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. ഈ തൃശ്ശൂരിൽ ഒരു MP ഉണ്ട്, TN പ്രതാപനായിരുന്നു MP. അദ്ദേഹം ഇത്തവണ മത്സരരംഗത്തില്ല, പക്ഷെ അദ്ദേഹം ജനകീയനാണ്, കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. അതിന് സത്യത്തിലുണ്ടോ? അങ്ങനെ ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതല്ല, ജനങ്ങൾ പറയുന്നത് അദ്ദേഹത്തിന് ഒരു പ്രാവശ്യം പോലും കണ്ടിട്ടില്ല ഈ തൃശ്ശൂർ ജില്ലയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അത് വിട്ടിട്ട് എന്ത് പറയാനാണ് നമുക്ക്? അതെ, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. വിശ്വാസികൾ ഒരുപാട് പേർ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിന് 7:30 മണിയോടുകൂടിയാണ് സുരേഷ് ഗോപിയെ ഇങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യേണ്ടത്. ഇവിടെ ഈശോയെയും ശിഷ്യന്മാരെയും കാണാം. കഴുതപ്പുറത്ത് ജെറുസലേമിലേക്ക് പോകുന്ന യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രതിരൂപമടക്കം ഇവിടെ ഉണ്ട്. വിശ്വാസം അത് ഓശാന ഞായറായുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിൽ വിശ്വാസികൾ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും. ഇനിയും ഇവിടെ കുരുത്തോല പെരുന്നാളാണ്. കുരുത്തോല പെരുന്നാൾ ദിവസം ആളുകൾ കുരുത്തോലകളുമായി ഒരു ചെറിയ ഒരു പ്രൊസഷൻ പോലെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അതിനുള്ള തയ്യാറെടുപ്പിലാണ് വിശ്വാസികളും വിശ്വാസി സമൂഹം എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വിശ്വാസികളുടെ വലിയ ഒരു സംഗമം, വലിയ ഒരു കൂട്ടായ്മ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഏറെ ദൈവീക ചൈതന്യമുള്ള സീക്രട്ട് ഹാർട്ട് ലാറ്റിൻ ചർച്ചിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ദൃശ്യങ്ങളിൽ കാണാം. കുരുത്തോല പെരുന്നാളാണ്. കുരുത്തോലകളുമായി വിശ്വാസികൾ ഇപ്പോൾ അവരിപ്പോൾ ചെറിയ ഒരു ഘോഷയാത്ര പോലെയാവും ഇവിടുന്ന് പുറപ്പെടുക എന്നാണ് മനസ്സിലാകുന്നത്. അത് മിക്ക പള്ളികളിലും ഇന്ന് ആ തരത്തിലുള്ള വിശ്വാസ സംഗമങ്ങൾ കൂടി നമ്മളിതിനോട് ചേർത്ത് വായിക്കണം. ദൃശ്യങ്ങളിൽ അത് കാണാം എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് തൃശ്ശൂരിൻ്റെ ഇതിനൊപ്പം തന്നെ ഈ വിശ്വാസത്തിൻ്റെ ചില ദിവസങ്ങളാണല്ലേ കിരൺ? ഈ ഈസ്റ്റർ വരുന്നു, സഹാവ്യാഴം വരുന്നു, ഒപ്പം റംസാൻ അല്ലേ, വിഷു വരുന്നു. അതിന്റെ ഈ യാത്രകളുടെ എപ്പോഴും തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഉത്സവ സമയത്ത് തന്നെയാണ്. കേരളത്തിലെ ഹിന്ദു ക്ഷേത്രങ്ങളിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉത്സവം നടക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങൾ എന്ന് പറഞ്ഞാൽ. അതോടൊപ്പം തന്നെ ആ സമയത്ത് തന്നെയാണ് ഈ പെസഹ വരുന്നതും ഈസ്റ്റർ വരുന്നതും എല്ലാം ആ സമയത്താണ്. ഇത്തവണ റംസാൻ കൂടി ആ സമയത്ത് വരുന്നു. എന്തായാലും എല്ലാ മതവിശ്വാസികളുടെയും വലിയ ആഘോഷങ്ങളും വിശ്വാസപരമായ ആചാരങ്ങളും എല്ലാം നിൽക്കുന്ന ഘട്ടത്തിലാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഏറ്റവും കൂടുതൽ. നേരത്തെയൊക്കെ പൊതുസ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും ഒക്കെ ആയിരുന്നു സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നടത്തിയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകൾ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, അതിന് പാർട്ടി വ്യത്യാസമൊന്നുമില്ല, എല്ലാ പാർട്ടിയും 3 മുന്നണികളും ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഈ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ കൂടുതൽ വ്യാപിച്ചു വരിക കൂടിയാണ്. നേരത്തെയൊക്കെ എല്ലാ മതത്തിന്റെ പ്രധാനപ്പെട്ട മേധാവികളെയൊക്കെ കണ്ട് മടങ്ങുന്ന ഒരു രീതിയായിരുന്നു. പ്രധാനമായും ആളുകളെ കണ്ടിരുന്നത്, ജനങ്ങളെ കണ്ടിരുന്നത് പൊതുസ്ഥലങ്ങളിലോ അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും വീടുകളിലും ചന്തകളിലും അത്തരം അധ്യക്ഷന്മാർ പറഞ്ഞാൽ മാത്രം വോട്ട് കിട്ടില്ല എന്നുള്ള രീതി വന്നതിന് ശേഷമായിരിക്കും. സ്വാഭാവികം തന്നെയാണ്. പകരം ഏതെങ്കിലും മേലധ്യക്ഷന്മാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ജാതിയുടെ ഒക്കെ തലവന്മാരോ ഒക്കെ നമ്മൾ അങ്ങനെ കരുതുന്ന ആളുകളൊക്കെ പറഞ്ഞാൽ അവരുടെ അഭിപ്രായത്തിന് ചിലപ്പോൾ മാധ്യമങ്ങളിൽ വിലയുണ്ടായേക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് വിശ്വാസികൾ എന്തായാലും അല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കുന്നവരെന്ന് കരുതുന്നവർ അത്തരത്തിലേക്കുള്ള ഒരു രാഷ്ട്രീയത്തിലേക്കൊന്നും പലപ്പോഴും പോകുന്നില്ല എന്നും അതിന് നേരെ വിരുദ്ധമായ രാഷ്ട്രീയത്തിലേക്ക് പോകുന്ന കാഴ്ചകളും ഒക്കെ കേരളം എത്രയോ തവണ കണ്ടതാണ്. പലപ്പോഴും പലരെയും ജയിപ്പിക്കാനും തോൽപ്പിക്കാനും ഒക്കെ ഇങ്ങനെ പറയുന്ന എല്ലാ മതത്തിന്റെയും ജാതിയുടെയും ഒക്കെ തലപ്പത്തിരിക്കുന്നു എന്ന് കരുതപ്പെടുന്നവർ പല ആഹ്വാനങ്ങൾ നൽകുമ്പോൾ അതിനെയൊക്കെ തള്ളിക്കൊണ്ട് ജനങ്ങൾക്ക് ഓരോരുത്തർക്കും അവരുടേതായ ധാരണകളുണ്ട്. ഓരോ പാർട്ടിയെക്കുറിച്ചും അല്ലെങ്കിൽ ഓരോ വ്യക്തികളെക്കുറിച്ചും ഒക്കെ ധാരണകളുണ്ട്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും നമ്മുടെ ഒരു മതത്തിന്റെ ആളാണ് അല്ലെങ്കിൽ മതത്തിന്റെ മേലധ്യക്ഷൻ പറഞ്ഞു ഇന്ന ആളിന് വോട്ട് കൊടുക്കണം എന്ന് കരുതി അങ്ങനെ വോട്ട് കൊടുക്കുന്നവരുടെ എണ്ണം വളരെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിനപ്പുറത്തേക്ക് സ്വന്തം നിലയിൽ കേരളത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വലിയ വിദ്യാഭ്യാസമൊക്കെയുള്ള ആളുകളാണ്, പ്രത്യേകിച്ച് രാഷ്ട്രീയ ബോധമുള്ള ആളുകളാണ്. കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ എനിക്ക് തോന്നുന്ന ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രീയം നിങ്ങളുടെ ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇന്ന രാഷ്ട്രീയമുണ്ട് എന്ന് കരുതുകയും പുറത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും അങ്ങനെ രാഷ്ട്രീയം വിശ്വസിക്കുന്ന ഏറ്റവും കൂടുതൽ മനുഷ്യരുള്ള നാട് കൂടിയാണ്. അത്ര രാഷ്ട്രീയത്തെ അങ്ങനെ കാണുന്നവർ കൂടിയാണ്. അതുകൊണ്ടൊക്കെയാണോ ഈ കൂടുതൽ ജനങ്ങളെ തന്നെ കാണാൻ ഉള്ള ശ്രമം ഈ സ്ഥാനാർത്ഥികൾ നടത്തുന്നത്. സി
വി അനുമോദ് കൂടി നമ്മോടൊപ്പം തൃശ്ശൂരിലുണ്ട്. അനുമോദ് ഉള്ളത് മുരളീധരനൊപ്പമാണ്. കെ മുരളീധരനാണ് നമുക്കറിയാം ഇവിടെ കോൺഗ്രസിന്റെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ മാറുക നമുക്കറിയാം. മുരളീധരനൊപ്പം അനുമോദുണ്ട്. അനുമോദ്, മുരളീധരൻ പ്രചരണം ഇന്ന് എവിടെയൊക്കെയാണ്? അനുമോദ് മുരളീധരനൊപ്പം ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. നമ്മൾ എന്താണ് ഇന്ന് പ്രതീക്ഷിക്കേണ്ടത്? അതൊക്കെ കാണാൻ സാധിച്ചോ രാവിലെ? ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. ഞാനുള്ളത് കെ മുരളീധരൻ താമസിക്കുന്ന ഹോട്ടലിലാണ് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹം അല്പസമയത്തിനകം പുറത്തേക്ക് ഇറങ്ങും. പ്രചരണത്തിന് ഇന്ന് അദ്ദേഹം പുതുക്കാട് മേഖലയിലാണ് ഉണ്ടാവുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അളഗപ്പ നഗർ പഞ്ചായത്തിലാണ് അദ്ദേഹം ഉച്ചവരെ 11:30 വരെ ഉണ്ടാവുക. അതിനുശേഷം അദ്ദേഹം വരന്തരപ്പള്ളി മേഖലയിലേക്ക് പോകും. ഇപ്പോൾ എന്ന് വെച്ചാൽ ധാരാളം സമയം ഈ പ്രചരണത്തിനുള്ളത് കൊണ്ട് തന്നെ ഓരോ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് പ്രചരണം നടത്തുന്ന ശൈലിയിലാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ കെ മുരളീധരൻ്റെ പ്രചാരണം ഇവിടെ മുന്നോട്ട് പോകുന്നത്. 2-ാം തീയതി, അതായത് ഏപ്രിൽ 2-ാം തീയതി വരെ അത്തരത്തിൽ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് ഒരു ദിവസം മുഴുവൻ 2-3 പഞ്ചായത്തുകളിലായിട്ട് ചെലവഴിക്കുക, അത്തരത്തിലാണ്. അതിനുശേഷം മണ്ഡലങ്ങളിലേക്ക് ഒരു ദിവസം ഒരു മണ്ഡലം എന്ന തരത്തിലേക്ക് പ്രചരണം വിപുലീകരിക്കും. ധാരാളം സമയമുള്ളതുകൊണ്ട് ഇത്തരത്തിൽ പ്രചരണം താഴെത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് നടത്തുവാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ എല്ലാ സ്ഥാനാർത്ഥികളെയും മുൻപിലുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ വളരെ താഴെ തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് തങ്ങളുടെ രാഷ്ട്രീയം പറയുവാനും തങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുവാനും അതിനെല്ലാമുള്ള സമയമുള്ളതുകൊണ്ട് ഫലപ്രദമായിട്ട് വിനിയോഗിക്കുക, അതാണിപ്പോൾ സ്ഥാനാർത്ഥികൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ കാസിനോ ഹോട്ടലിലാണ്. കെ മുരളീധരൻ ഇവിടെയാണ് ക്യാമ്പ് ചെയ്യുന്നത്. അദ്ദേഹം അല്പസമയത്തിലൊക്കെ ഇറങ്ങുമെന്നാണ് നമുക്കറിയാം. നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂരിൽ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയായിരുന്നു കെ മുരളീധരൻ്റെ ഈ എൻട്രി. അദ്ദേഹം വടകരയിലെ സ്ഥാനാർത്ഥിയായി പ്രചരണം തുടങ്ങി ആദ്യഘട്ടം പൂർത്തിയാക്കുമ്പോഴാണ് അദ്ദേഹത്തെ അപ്രതീക്ഷിതമായി നാടകീയമായി തൃശ്ശൂരിലേക്ക് കൊണ്ടുവരുന്നത്. ടി എൻ പ്രതാപന് പകരം കെ മുരളീധരൻ വന്നതോടെ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് ചിത്രം തന്നെ മാറുകയാണ്. മുൻപ് തന്നെ ഒരു ത്രികോണ മത്സരം എന്ന തരത്തിൽ നമ്മൾ വിലയിരുത്തിയിരുന്നത് അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ തന്നെ ഏറ്റവും കരുത്തേറിയ സ്ഥാനാർത്ഥികളുടെ ഒരു മത്സരമായിട്ട്, ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ഇടമായിട്ട് കേരളത്തിലെ മണ്ഡലമായിട്ട് തൃശ്ശൂർ മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം കെ മുരളീധരൻ്റെ ശൈലി നമുക്കറിയാം. ഉരുളയ്ക്ക് പേര് പോലെ മറുപടി പറയും. കുറുക്കി കൊള്ളുന്ന രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ കൊള്ളുന്ന രീതിയിൽ തന്നെ പറയും. അദ്ദേഹത്തിൻ്റെ നാക്കിൻ്റെ മൂർച്ച അത് ആരെയും വേദനിപ്പിക്കാതെയാണെങ്കിലും കൃത്യമായി പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട ശൈലിയിൽ പറയേണ്ട സമയത്ത് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് കെ മുരളീധരൻ. അദ്ദേഹത്തിൻ്റെ ആ ഒരു കടന്നുവരവ് അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം തന്നെ മാറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധേയമായിരുന്നു. ടി എൻ പ്രതാപനെ പോലെയല്ല ആ ഒരു കാര്യത്തിൽ കെ മുരളീധരൻ എന്നത്. അതായത് ഈ പേരെടുത്ത് വിമർശിക്കേണ്ട സമയത്ത് പേരെടുത്ത് തന്നെ അദ്ദേഹം വിമർശിക്കും. അത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ്. അത് എല്ലാവർക്കും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തൃശ്ശൂരിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ശൈലിക്ക് ലഭിക്കുന്ന സ്വീകാര്യത നമുക്ക് അറിയാം. കെ കരുണാകരൻ്റെ ഒരു തട്ടകമായിട്ടാണ് തൃശ്ശൂർ വിലയിരുത്തുന്നത്. അപ്പോൾ കെ കരുണാകരൻ്റെ തട്ടകത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ മകൻ പോരിനിറങ്ങുമ്പോൾ ആ ഒരു ലെഗസി, അത് കരുണാകരൻ്റെ ലെഗസി, അത് കെ മുരളീധരനിലൂടെ ഉയർത്തിപ്പിടിക്കേണ്ടത് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ തന്നെ ഈ ഘട്ടത്തിലെ ഒരു അഭിമാന പ്രശ്നമാണ്. കാരണം നമുക്കറിയാം പത്മജ വേണുഗോപാൽ BJPയിലേക്ക് മാറിയതും അതേ തുടർന്ന് കോൺഗ്രസിലുണ്ടായ പ്രതിസന്ധിയും അതിനെ ഈ കെ മുരളീധരൻ്റെ സാന്നിധ്യം കൊണ്ട് അവർ മറികടക്കുന്നത്. അപ്പോൾ കോൺഗ്രസിന് ഇവിടെ മണ്ഡലം നിലനിർത്തുക എന്നത് ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഒരു അഭിമാന പ്രശ്നം തന്നെയാണ്. മറ്റു മണ്ഡലങ്ങളെക്കാളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കോൺഗ്രസ് കരുതുന്നതും ഈ തൃശ്ശൂരിലെ ഈ ഒരു പോരാട്ടത്തെയാണ്. അതിന് കൈ മെയ് മറന്ന് ഇറങ്ങുകയാണ് ഇപ്പോൾ തൃശ്ശൂരിലെ കോൺഗ്രസ് നേതൃത്വം, UDF നേതൃത്വം ഒന്നാകെയുള്ളത്. ഇപ്പോൾ ഓരോ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് ഓരോ കൃത്യമായ വിശദീകരണ യോഗങ്ങൾ നടത്തി. കൃത്യമാണ് അനുമോദ്, അത് ശരിയാണ്. കരുണാകരന്റെ തട്ടകം എന്ന് തന്നെയാണ് തൃശ്ശൂർ അറിയപ്പെടുന്നത്. പക്ഷേ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയതിന് ശേഷം പത്മജ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് കരുണാകരന്റെ മക്കളെ ഒന്നും തൃശ്ശൂർ ജയിപ്പിച്ച് ചരിത്രമില്ല എന്നുള്ളത്. കരുണാകരനെ ഇഷ്ടമാണ് തൃശ്ശൂർകാർക്ക്, കരുണാകരന്റെ തട്ടകമാണെന്ന് പറയുമ്പോഴും കരുണാകരന്റെ മക്കളെ ഇഷ്ടമല്ല തൃശ്ശൂരുകാരിൽ എങ്ങനെ മുരളീധരൻ വിജയിക്കുമെന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം പത്മജ ചോദിക്കുന്നുണ്ട്. അത് ഇതിനുള്ള മറുപടി സ്വാഭാവികമായും നമുക്ക് മുരളീധരനിൽ നിന്നാണ് കിട്ടേണ്ടത്. അനുമോദ് അല്പസമയത്തിന് മുരളീധരനെ കാണും എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് സുരേഷ് ഗോപി BJPയുടെ സ്ഥാനാർത്ഥി ഇവിടെ എത്തിച്ചേർന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്.
സുരേഷ് ഗോപിയിലേക്ക് പോകണം. അദ്ദേഹം ഇവിടെ ഈ സേക്രഡ് ഹാർട്ട് ലാറ്റിൻ ചർച്ചിലേക്ക് ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. ഇവിടെ വിശ്വാസികളുടെ വലിയ ഒരു കൂട്ടായ്മ സംഗമമൊക്കെ ഉണ്ട്. അവിടേക്കാണ് അദ്ദേഹം തൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് വോട്ട് അഭ്യർത്ഥനയുമായി ബന്ധപ്പെട്ട് എത്തിച്ചേരുന്നത്. ഈ ദൃശ്യങ്ങൾ, ഈ ഫോർച്യൂണർ ഈ വണ്ടി നമുക്ക് കാണാം, സ്റ്റോം വണ്ടി നമുക്ക് കാണാം. അദ്ദേഹം എത്തിക്കഴിഞ്ഞു. സുരേഷ് ഗോപി ഈ സേക്രഡ് ഹാർട്ട് ലാറ്റിൻ ചർച്ചിലേക്ക് എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തോടൊപ്പം BJPയുടെ ജില്ലാ നേതാക്കൾ അടക്കം ഉണ്ട്. അദ്ദേഹം വാഹനത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നു. തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥി ശ്രീ സുരേഷ് ഗോപി ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു. അദ്ദേഹം വിശ്വാസികളെ കാണുന്നു, വോട്ട് തേടുന്നു. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് കൃത്യമായി തന്നെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ക്രിസ്തീയ വിശ്വാസികൾക്ക്. ഓശാന ഞായർ ദിവസം വിശ്വാസികളുടെ വലിയ സംഗമം ഈ ലാറ്റിൻ ചർച്ചിലുണ്ട്. അവിടേക്കാണ് തൃശ്ശൂരിലെ NDAയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി കടന്നത്. അപ്പോൾ യേശു തന്റെ 2 ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചു: എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുക. അവിടെ ഒരു കഴുതയെയും അടുത്ത് അതിന്റെ കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് ഉടനെ നിങ്ങൾ കാണും. അവയെ അഴിച്ച് എന്റെ അടുക്കൽ കൊണ്ടുവരിക. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അങ്ങനെയാണെങ്കിൽ CB അനുമോദ് അവിടെയുണ്ട്. അവിടെ മുരളീധരനിലേക്ക് കൂടി ഒന്ന് പോകണം. സുരേഷ് ഗോപിയുടെ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം. മുരളീധരനിലേക്ക് ഈ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിവിടെ തൃശ്ശൂരിൽ മുഖ്യ പ്രചരണ വിഷയമാക്കിയെടുത്തിട്ടുള്ളത്? അല്ല, ഇന്ത്യയിൽ കോൺഗ്രസ് വരേണ്ടതിന്റെ അനിവാര്യത. BJPയെ നേരിടാൻ ശക്തികളേക പാർട്ടി കോൺഗ്രസ്സാണ് ഇന്ത്യ രാജ്യത്ത്. ഇടതുപക്ഷം രണ്ട് വെള്ളത്തിലും ചവിട്ടുകയാണ്. ഇവിടെ കോൺഗ്രസിനെ കുറ്റം പറയുക. മറ്റ് സ്റ്റേറ്റുകളിൽ കോൺഗ്രസിനോടൊപ്പം സഖ്യം, ബംഗാളിൽ സഖ്യം, ത്രിപുരയിൽ സഖ്യം, രാജസ്ഥാനിലും സഖ്യം. അങ്ങനെയുള്ള പാർട്ടിയാണ് ഇവിടെ വന്ന് കോൺഗ്രസിനെ കുറ്റം പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഒരു ദേശീയ നയമില്ല. ദേശീയ നയമില്ലാത്ത പാർട്ടിയായി ഇടതുപക്ഷം മാറി. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ അനിവാര്യത. ഇത് രണ്ടുമാണ് ഞങ്ങളുടെ മുഖ്യ പ്രചരണം. ഈ CAA വിഷയത്തിൽ നമുക്കറിയാം സംസ്ഥാന വ്യാപകമായിട്ട് വലിയ പ്രതിഷേധം, പ്രത്യേകിച്ച് മലബാർ മേഖലയിലെ ഇടതുപക്ഷം മുഖ്യമന്ത്രിയാണ് അവരുടെ പ്രചാരണത്തിന് മുൻകൈ എടുത്ത് നടത്തുന്നത്. എങ്ങനെ കാണുന്നു ഈ കേസുകൾ? അന്ന് സമരം ചെയ്തവർക്കെതിരായിട്ടുള്ള കേസുകൾ ഇപ്പോഴും പൂർണ്ണമായിട്ട് പിൻവലിച്ചില്ല. മുഖ്യമന്ത്രി കേന്ദ്രത്തിനെ സന്തോഷിപ്പിക്കാനും കേരളത്തിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വാങ്ങാനും ഉള്ള ഒരു രണ്ട് വെള്ളത്തിലും കാലിട്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ്. അത് കേരളത്തിലെ മുസ്ലിങ്ങൾക്കറിയാം, മൈനോറിറ്റിക്കറിയാം. അവർക്ക് ഈ കാര്യത്തിൽ അവർ ഒരിക്കലും മുഖ്യമന്ത്രിയോടൊപ്പം നിൽക്കില്ല പൂർണ്ണമായിട്ടും. കാരണം ഈ നിയമം നടപ്പാക്കാതിരിക്കേണ്ടത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യമാണ്. അതുകൊണ്ട് തന്നെ ആ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുന്ന ഒരു സമീപനവും കേരളത്തിലെ മൈനോറിറ്റി സ്വീകരിക്കില്ല. ഈ മുസ്ലിം സമുദായ സംഘടനകൾ പലതും മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്, സജീവമായിട്ട് അഭിപ്രായം പറയുന്നുണ്ട്. CM-ഉം സംസ്ഥാന സർക്കാർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ഇതിനൊക്കെ എങ്ങനെ കാണുന്നു? ഈ പറയുന്ന പലരുടെയും പേരിൽ ഇപ്പോഴും കേസുകളുണ്ട്. അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് അങ്ങനെയുള്ള CM-നെ ഉയർത്തി കാണിക്കുന്ന ഒരു പരിപാടി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ചെലവാവില്ല. തൃശ്ശൂരിലേക്ക് വരികയാണെങ്കിൽ സുനിൽകുമാറും സുരേഷ് ഗോപിയും രണ്ടുപേരും, സുരേഷ് ഗോപി വളരെ മുമ്പ് പ്രചരണം തുടങ്ങി, സുനിൽകുമാർ അങ്ങേക്ക് മുമ്പേ പ്രചരണം തുടങ്ങി. എങ്ങനെ കാണുന്നു എതിർ സ്ഥാനാർത്ഥികളെ? അല്ല, ഇപ്പൊ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള മത്സരമല്ലല്ലോ, വ്യക്തികൾ തമ്മിലുള്ള മത്സരമല്ലല്ലോ, ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടല്ലേ. അതിൽ കോൺഗ്രസിന്റെ ആശയങ്ങളെ ജനങ്ങൾ അംഗീകരിക്കും. അതാണ് എന്റെ പ്രതീക്ഷ. ഈ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നൊരു മണ്ഡലമായിട്ട് തൃശ്ശൂർ മാറിയിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ സാന്നിധ്യം കൊണ്ടാണ്. സോഷ്യൽ മീഡിയയിൽ പല പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ പല ഗിമ്മിക്കുകളിൽ നിന്നൊക്കെ എതിരാളികൾ പറയുന്ന പ്രവർത്തനങ്ങൾ ഇടതുപക്ഷത്തിന്റെയും സുരേഷ് ഗോപിയും ഭാഗത്തുനിന്നുണ്ടാവുന്നു. കോൺഗ്രസിന്റെ എങ്ങനെയാണ് ഇത് നേരിടുന്നത്? അല്ല, അതൊന്നും ഒരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വേണം ഇലക്ഷനെ നേരിടാൻ. അല്ലാതെ വ്യക്തികളെ അധിക്ഷേപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആരെയെങ്കിലും കുറ്റപ്പെടുത്തിക്കൊണ്ടോ അല്ല പ്രചരണം നടത്തേണ്ടത്. ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടങ്ങളിൽ
അതിൻ്റേതായിട്ടുള്ള മാന്യത പുലർത്തണം. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഇടതുപക്ഷവും പിന്നെ BJPക്ക് അങ്ങനത്തെ ഒരു ഏർപ്പാടേ ഇല്ല, അവരൊട്ടും കാണിക്കില്ല. ഏതായാലും ഇതിനെയൊക്കെ ജനങ്ങൾക്കറിയാം. ജനങ്ങളും പത്രം വായിക്കുന്നവരും TV കാണുന്നവരുമാണ്. അതുകൊണ്ട് ഇതൊന്നും ഈ മണ്ണിൽ ചെലവാവില്ല. എങ്ങനെ ഈ ഒരു ഇപ്പോൾ കുറേ ദിവസമായി പത്മജ BJPയിലേക്ക് പോയിട്ട് അവർ പല വേദികളിലും സജീവമായിട്ടെന്ന് പറയുന്നത് കരുണാകരൻ്റെ മക്കളെ കോൺഗ്രസ് ജയിപ്പിക്കില്ല, കരുണാകരൻ്റെ മക്കളെ തൃശ്ശൂരിൽ ജയിപ്പിക്കില്ല എന്നുള്ളതാണ്. സ്വന്തം കുടുംബത്തിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് മറുചേരിയിൽ നിന്നിട്ട് അതിന് വ്യക്തിപരമായിട്ട് വിഷമം തോന്നുന്നുണ്ട്? അതിനൊരു പ്രയാസമില്ല. അങ്ങനത്തെ ഞാൻ പറഞ്ഞില്ല, അത് മൊത്തത്തിൽ നടത്തുന്ന ഒരു പ്രചാരണമാണ്. അത് ഇത്തവണ ഇവിടെ ആവർത്തിക്കില്ല. കാലം മാറി, അതിനനുസരിച്ച് സാഹചര്യങ്ങളും മാറിയിട്ടുണ്ട്. ഒറ്റക്കെട്ടായിട്ട് UDF ഒറ്റക്കെട്ടാണ്. എങ്ങനെയുണ്ട് ഈ ഇതുവരെയുള്ള പ്രചരണ റെസ്പോൺസ്? ഇതുവരെയുള്ളത് പൂർണ്ണ സംതൃപ്തിയുണ്ട്. ഒരുപാട് സമയം കൂടുതൽ കിട്ടുന്നത് എങ്ങനെ കാണുന്നു പ്രചരണത്തിന്? പ്രചരണത്തിന് രണ്ട് കാര്യമാണ്. ഒന്ന് കാലാവസ്ഥ, രണ്ട് സാമ്പത്തികം. ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ സമയം കിട്ടുമ്പോൾ വരുന്ന പ്രയാസങ്ങൾ. ഇത് രണ്ടും പ്രയാസമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. കാലാവസ്ഥയേക്കാൾ കൂടുതൽ സാമ്പത്തികമാണ് ഇത്തവണ പാർട്ടി അലട്ടുന്നത്. അത് ഈ പല അക്കൗണ്ടുകളും തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ട് ഞെരുക്കുകയാണ് പാർട്ടീനെ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളൊക്കെ സാമ്പത്തികമായിട്ട് വളരെയധികം പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേതായാലും അതിനെ മറികടന്നല്ലേ പറ്റൂ. അതുകൊണ്ട് ആ രീതി നല്ല രീതിയിൽ പ്രചാരണം നടക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി 2-ാം തീയതി 3-ാം തീയതി ആയിട്ടാണ് വയനാട്ടിലേക്ക് വരുന്നത് പറയുന്നത്. അദ്ദേഹം കേരളം മുഴുവൻ പ്രചരണത്തിനുണ്ടാവും? തീർച്ചയായും അദ്ദേഹം കേരളം മുഴുവൻ പ്രചരണത്തിനുണ്ടാവും. അദ്ദേഹം തന്നെയല്ലേ ഇന്ത്യ സഖ്യത്തിന്റെ മുന്നണിയിലുള്ള പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി? പിന്നെ അതിൽ എന്താ സംശയം? എന്താ, അതെല്ലാവർക്കും അറിയാലോ. അക്കാര്യം യാതൊരു സംശയവും ആർക്കും ഇല്ല. ഇടതുപക്ഷത്തിന് മാത്രമേ സംശയമുള്ളൂ. അവർക്ക് കേരളത്തിലെ സംശയമുള്ളൂ, കേരളത്തിന് പുറത്ത് സംശയമില്ല. എന്നാണെങ്കിലും വളരെ വിജയപ്രതീക്ഷയുടെ അതിന് പുതുക്കാടല്ലേ? തീർച്ചയായും അദ്ദേഹം പ്രചരണത്തിന് ഇറങ്ങുകയാണ്. ഇന്ന് ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രചരണമാണുള്ളത്. സ്വാഭാവികമായിട്ടും രാവിലെ 8 മണിയോടെ പ്രചരണം തുടങ്ങുന്നു. ഉച്ചയോടെ പ്രചരണത്തിൽ ഒരു ബ്രേക്ക് ഇടുന്നു. പിന്നെ വെയിലിൽ ഒന്ന് മാറിയതിനു ശേഷം വൈകുന്നേരത്തോടെ വീണ്ടും പ്രചരണ രംഗത്ത് സജീവമാകുന്നു. അത്തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിൻ്റെ രീതികൾ. അദ്ദേഹം വളരെ വിശദമായിട്ട് തന്നെ തൃശ്ശൂരിലെ പ്രതീക്ഷകളും കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ നിരീക്ഷണങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തി കഴിഞ്ഞു. വളരെ പ്രതീക്ഷയോടെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രചരണം മുന്നോട്ട് പോവുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇത്രയും കാലം നീണ്ടു നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായതുകൊണ്ട് ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷേ അതിനെയൊക്കെ മറികടക്കും. മാത്രമല്ല തൃശ്ശൂരിൽ ഇത്തവണ വിജയിക്കുക തന്നെ ചെയ്യും. കെ മുരളീധരൻ്റെ മകനെ തൃശ്ശൂർ കൈവിടില്ല എന്ന ഉറച്ച പ്രതീക്ഷ തന്നെയാണ് കെ മുരളീധരൻ പങ്കുവച്ചിരിക്കുന്നത്. CV അനുമോദാണ് അവിടെ നിന്ന് മുരളീധരന്റെ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളുമായി ചേർന്ന് ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ. ഇവിടെ സേക്രഡ് ഹാർട്ട് ലാറ്റിൻ ചർച്ചിൽ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുണ്ട്. അദ്ദേഹം അവരോടൊപ്പം കുരുത്തോല പ്രദക്ഷിണത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികൾക്കൊപ്പമാണ് സുരേഷ് ഗോപി ഉള്ളത്. ഇവിടെ അമ്പലത്തിൽ ഈ പള്ളിയിൽ വലിയ വിശ്വാസ സമൂഹത്തിന്റെ വലിയ കൂട്ടായ്മയുണ്ട്. അദ്ദേഹം അല്പസമയം 10 മിനിറ്റ് മുൻപാണ് ഈ ആരാധനാലയത്തിലെത്തിയത്. BJPയുടെ ജില്ലാ നേതാക്കളൊക്കെ അദ്ദേഹത്തിനൊപ്പമുണ്ട്. അദ്ദേഹം ഇപ്പോൾ കുരുത്തോല വാങ്ങി കുരുത്തോല പ്രദക്ഷിണം നടത്തുകയാണ്. ഈ പള്ളിയെ ചുറ്റിയുള്ള ഒരു പ്രദക്ഷിണമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ക്രിസ്തുമത വിശ്വാസികളുടെ വലിയ കൂടിയാണ് ഇവിടെയുള്ളത്. ഇവിടെ 2 ലാറ്റിൻ പള്ളികളാണ് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നമുക്കറിയാം ഒരുപാട് പള്ളികളുള്ള ഒരു സ്ഥലം കൂടിയാണ് തൃശ്ശൂർ. ഇവിടെ ഈ പ്രധാനമായും 2 ലാറ്റിൻ പള്ളികളാണുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു പള്ളിയിലാണ് സുരേഷ് ഗോപി ഉള്ളത്. അദ്ദേഹം കുരുത്തോല പ്രദക്ഷിണത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം സുരേഷ് ഗോപിയും മറ്റ് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളൊക്കെ ഇന്ന് പ്രധാനമായും ആരാധനാലയങ്ങളിൽ തന്നെ ആയിരിക്കും കൂടുതൽ സമയം ചിലവിടുക. ആരാധനാലയങ്ങൾ വിശ്വാസികൾക്ക് ഏറെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. ഈ പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഒപ്പം റംസാന്, വിഷു, അങ്ങനെ വിവിധ മതവിശ്വാസികൾക്ക് ഏറെ പ്രാധാന്യമുള്ള ദിവസങ്ങൾക്കിടയിലാണ് ഈ തെരഞ്ഞെടുപ്പ് ചൂടുകൂടി കടന്നു വരുന്നത് എന്നൂടെ നമ്മൾ ചേർത്ത് വായിക്കണം. സ്വാഭാവികമായും ഈ സ്ഥാനാർത്ഥികൾ കൂടുതൽ സമയം ചിലവിടുന്നത് ഈ ആരാധനാലയങ്ങളിലാണ് എന്നതും പ്രധാനമാണ്. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം കഴിഞ്ഞ 4 വർഷമായി അദ്ദേഹം ഈ എല്ലാ മതവിശ്വാസികൾക്കൊപ്പവും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ അദ്ദേഹം വിശ്വാസമാർജിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ്.
വിശ്വാസികൾക്കൊപ്പം അദ്ദേഹം മിക്കവാറും സമയം ചിലവഴിക്കുന്നു. ക്രിസ്ത്യൻ മതവിശ്വാസികളുമായി ബന്ധപ്പെട്ടും അദ്ദേഹം തന്റെ സാന്നിധ്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം കൂടി ചേർത്ത് വായിക്കണം. അത് ആ തരത്തിൽ സംഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ 4-5 വർഷമായി അദ്ദേഹം ഇവിടെ ഈ തൃശ്ശൂരിന്റെ മണ്ണിൽ തന്നെയാണ്, ശക്തൻ തമ്പുരാന്റെ മണ്ണിൽ തന്നെയാണ് ഉള്ളത്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം വിട്ടുപോകാതെ അദ്ദേഹം ഇവിടെ തുടർച്ചയായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി രാജ്യസഭാ MP ആയിരിക്കുമ്പോൾ പോലും അദ്ദേഹം ശക്തന്മാർക്ക് അടക്കം നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് പണം ചിലവഴിച്ചതും ഇതിലൂടെ ചേർത്ത് വായിക്കണം. അങ്ങനെ വിശ്വാസികൾക്കൊപ്പം ഇപ്പോൾ കുരുത്തോല പ്രദക്ഷിണത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപി എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ വിവിധ തരത്തിലുള്ള വിശ്വാസകരമായ വിവിധ തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ വിഷു ആഘോഷങ്ങൾ വരുന്നു, ഈസ്റ്റർ വരുന്നു, പെസഹ വ്യാഴത്തിന് ശേഷം ഈസ്റ്റർ വരുന്നു. ഇന്ന് ഓശാന ഞായർ ദിവസവും വിശ്വാസികളുടെ വലിയ സംഗമം ഈ ക്രിസ്ത്യൻ ദേവാലയത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ സാന്നിധ്യമുള്ളത്. അല്പസമയത്തിനകം തന്നെ മറ്റ് സ്ഥാനാർത്ഥികളെ ഒരുപക്ഷെ നമ്മൾ ഇങ്ങോട്ടേക്ക് തന്നെ പ്രതീക്ഷിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ കുരുത്തോല പ്രദക്ഷിണം പള്ളിയുടെ ഏതാണ്ടൊരു പകുതി ഭാഗം പിന്നിട്ട് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അനവധി വിശ്വാസികളുടെ സാന്നിധ്യം കൂടി ഇവിടെയുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് വിശ്വാസി സമൂഹത്തിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. ഇത് തിരഞ്ഞെടുപ്പ് കാലമാണ്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിലുള്ള വിശ്വാസ കൂട്ടായ്മകളുടെ ഭാഗമായി സ്ഥാനാർത്ഥികൾ ഉണ്ടാകും. അത്തരത്തിലുള്ള സംഗമം നടത്തും എന്നുള്ളതാണ്. അദ്ദേഹം ഒപ്പമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരുപാട് ആളുകൾ, ഒരുപാട് വിശ്വാസികൾ ഇവിടെയുണ്ട്. ദൃശ്യങ്ങളിൽ നമുക്കത് കാണാം. തൊട്ടുപുറകിൽ ആരാധനാലയത്തിൽ പ്രാർത്ഥനാഗാനവും മുഴങ്ങുന്നുണ്ട്. പ്രാർത്ഥനാഗാനവും മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആരാധനാലയത്തിൽ. സർവവസ്തുവും ഭൂതലം അതിൽ വസിച്ചിടുന്ന സർവ്വവും ദൈവമായ നാഥനും സ്വന്തമാകുന്നു. ഇവിടെ പള്ളിക്ക് മുന്നിൽ അദ്ദേഹം എത്തിക്കഴിഞ്ഞു. ഈ ഒരു വട്ടം വലം വെച്ച് ഈ ആരാധനാലയത്തിന് മുൻപിലേക്ക് എത്തിക്കഴിഞ്ഞു. സുരേഷ് ഗോപി അല്പസമയത്തിനകം പള്ളിക്ക് ഉള്ളിലേക്ക് ഒരുപക്ഷെ അദ്ദേഹം അല്പസമയം മാസത്തിലടക്കം പങ്കെടുത്തേക്കാം എന്ന് വേണം മനസ്സിലാക്കാൻ. ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ വിവിധ സ്ഥാനാർത്ഥികൾ ഈ പള്ളികളിൽ അവർ വോട്ട് തേടിയെത്തുന്നുണ്ട്. ഇപ്പോൾ എറണാകുളത്ത് പള്ളിയിൽ ഹൈബി ഈഡനും അദ്ദേഹത്തിന്റെ ഭാര്യയും എത്തിയിട്ടുണ്ട്, വിശ്വാസികളെ കാണാനും വോട്ട് തേടാനും മറ്റുമായി. ആ ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്ക് ഒന്ന് പോകണം. എറണാകുളത്ത് പള്ളിയിൽ ആണ് ഹൈബി ഈഡന്റെയും ഭാര്യയുടെയും അവിടെ എത്തി വിശ്വാസികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വിശ്വാസികളെ കാണുകയും തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നത്. കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഹൈബി ഈഡനും ഭാര്യയും. പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ അത് കാണാം. കുർബാനയിൽ അവർ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും, മിക്ക പള്ളികളിലും ഇങ്ങനെ ഈ സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം ഉണ്ട്. ഇനി ഉള്ള ദിവസങ്ങളിലുമൊക്കെ ഇത് തന്നെ സംഭവിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ദൃശ്യങ്ങളിൽ നമുക്കിത് കാണാം. ഓശാനയുടെ ഭാഗമായ പള്ളി പ്രദക്ഷിണത്തിൽ സുരേഷ് ഗോപിയും പങ്കെടുക്കുകയാണ്. കുരുത്തോല കയ്യിലേന്തി സുരേഷ് ഗോപിയും ഒപ്പം BJP പ്രവർത്തകരും വിശ്വാസികൾക്കൊപ്പം പള്ളിക്ക് വലം വെക്കുന്ന കാഴ്ചയാണ്. പള്ളിയുടെ വലംവെപ്പ് ഏകദേശം പൂർത്തിയാക്കി. ഇവിടെ നിന്ന് വിശ്വാസികൾ അകത്തേക്ക് കയറും. വിശ്വാസികൾക്കൊപ്പം തന്നെ പൂർണ്ണമായും പള്ളി പ്രദക്ഷിണത്തിൽ കൂടി പങ്കെടുക്കുകയായിരുന്നു സുരേഷ് ഗോപി. ഇന്നത്തെ
ഇന്നത്തെ സുരേഷ് ഗോപിയുടെ പ്രചരണം ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. ഘോഷയാത്രയ്ക്ക് തൊട്ടു മുമ്പ് ഇവിടെ എത്തിയ സുരേഷ് ഗോപി പള്ളിക്ക് ചുറ്റുമുള്ള പ്രദർശനത്തിൽ വിശ്വാസികൾക്ക് ഒപ്പം ചേരുകയായിരുന്നു. വിശ്വാസികൾക്കൊപ്പം സുരേഷ് ഗോപിയും പള്ളിക്ക് ഉള്ളിലേക്ക് കടക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. കുരുത്തോലയും കയ്യിലേന്തി വിശ്വാസികൾക്കൊപ്പം നിന്നുകൊണ്ട് തന്നെ വിശ്വാസത്തിന്റെ ഭാഗമായി കൊണ്ട് തന്നെ അദ്ദേഹം നേരിട്ട് ആളുകളോട് വോട്ട് ചോദിക്കുക, എല്ലാ വിശ്വാസത്തിന്റെ ഭാഗമായി അവർക്ക് ഒപ്പം ചേരുകയാണ് ചെയ്യുന്നത്. ഇന്നെന്തായാലും കേരളത്തിലെ ഒട്ടുമിക്ക ദേവാലയങ്ങളും സ്ഥാനാർത്ഥികൾ ഓശാന ഞായറുമായി ബന്ധപ്പെട്ട വിശ്വാസ ചടങ്ങുകളുടെ ഭാഗമായി ഈ തരത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. വിശ്വാസികളെ ഒരുപാട് പേരെ ഒരുമിച്ച് സ്ഥാനാർത്ഥികൾക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വേദി കൂടിയാണ് ഇന്ന്. സംസ്ഥാനത്തിന്റെ വിവിധ പള്ളികളിൽ സമാനമായ രീതിയിലേക്കുള്ള ഓശാന ആചരിച്ചുകൊണ്ടുള്ള പരിപാടികളുണ്ട്. ഇതിൽ ധാരാളമായി വിശ്വാസികൾ എത്തിച്ചേരുന്ന ഒരു ചടങ്ങ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരെ ഒരുമിച്ച് കാണാം എന്നതുകൊണ്ട് തന്നെ എല്ലാ സ്ഥാനാർത്ഥികളും ഇത്തരത്തിലുള്ള പരിപാടികളുടെ ഭാഗമാകാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട്. കരമുയർത്തവേ വഴിയിലെ വസ്ത്രവും പിരിച്ചു മോടി ജനതീ കുമുദമായി കരമുയർത്തവേ വഴിയിലെ വസ്ത്രവും പിരിച്ചു മോടി പള്ളിക്കുള്ളിൽ ഇപ്പോൾ കുർബാന ആരംഭിക്കാൻ പോവുകയാണ്. വ്യാഴവുമായി ഞായറുമായി ബന്ധപ്പെട്ട കുർബാന ചടങ്ങുകൾ ആരംഭിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ സുരേഷ് ഗോപി ഇപ്പോൾ പള്ളിക്കുള്ളിലാണ് ഉള്ളത്. പള്ളിക്കുള്ളിൽ അദ്ദേഹമുണ്ട്. അദ്ദേഹം ഈ പ്രാർത്ഥനാ ചടങ്ങിൽ വിശ്വാസികൾക്കൊപ്പം പങ്കെടുക്കും, ചേരും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ അദ്ദേഹം അവിടെ പള്ളിക്കുള്ളിൽ നടക്കുന്ന പ്രാർത്ഥനാ ചടങ്ങിൽ പങ്കെടുക്കുന്നു. ഏതാണ്ട് 10-15 മിനിറ്റ് മുൻപാണ് അദ്ദേഹം ഈ കാത്തലിക് പള്ളിയിലേക്ക്, ലാറ്റിൻ ചർച്ചിലേക്ക്, സേക്രഡ് ഹാർട്ട് ലാറ്റിൻ ചർച്ചിലേക്ക് എത്തിയത്. അല്പസമയത്തിന് മുൻപ് അദ്ദേഹം ഈ ഏതാണ്ട് പള്ളിയെ പ്രദക്ഷിണം ചെയ്യുന്ന കുരുത്തോല പ്രദക്ഷിണത്തിൽ ചടങ്ങിൽ പങ്കെടുത്തു. അതിനുശേഷമാണ് ഇപ്പോൾ പള്ളിക്കുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. പള്ളിക്കുള്ളിൽ അദ്ദേഹം ഉണ്ട്. അവിടെ വിശ്വാസികൾക്കൊപ്പം അദ്ദേഹം ചടങ്ങിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം. അല്പസമയത്തിനകം അദ്ദേഹം പുറത്തിറങ്ങും. ഓക്കെ. സുരേഷ് ഗോപി ഉള്ളത് സേക്രഡ് ഹാർട്ട് ലാറ്റിൻ ചർച്ചിലാണ്. അദ്ദേഹം ഇവിടെ കുരുത്തോല പ്രദർശനത്തിൽ പങ്കെടുത്തതിന് ശേഷം ഇപ്പോൾ പള്ളിക്കുള്ളിൽ ഈ പ്രാർത്ഥനാ ചടങ്ങിന്റെ ഭാഗമാവുകയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ഈ വാർത്തയിലേക്ക് തന്നെ തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. സുരേഷ് ഗോപി ഇതാ ഇവിടെ ഈ പള്ളിക്കുള്ളിൽ ഇപ്പോൾ അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥനാ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 10 മിനിറ്റ് മുൻപാണ് സുരേഷ് ഗോപി ഇവിടെ എത്തി ഈ കുരുത്തോല പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുകയും തുടർന്ന് ചടങ്ങിലേക്ക് കടക്കുകയും ചെയ്തത്. കിരൺ, ഇത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രാർത്ഥനാ കാലമാണ്, ആഘോഷങ്ങളുടെ സമയമാണ്. എല്ലാ മതവിശ്വാസികൾക്കും, ഇപ്പോൾ ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം എന്നുള്ളതല്ല, എല്ലാ മതവിശ്വാസികൾക്കും അവരുടേതായ ഒരുപാട് ചടങ്ങുകൾ ഉണ്ട്. ഇവിടെയാണ് ഈ തെരഞ്ഞെടുപ്പ് ചൂടുകൂടി, അല്ലേ, 5 വർഷം കൂടുമ്പോൾ വരെ തെരഞ്ഞെടുപ്പ് കൂടി കടന്നു വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ കുറച്ചുകൂടി കളറാവുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്താണ് സാധാരണഗതിയിൽ ഈ മെയ് മാസത്തിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ ഏപ്രിൽ മാസം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ എല്ലാ മതവിശ്വാസങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രധാനമായും ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഘോഷ ചടങ്ങുകൾ ഉള്ളതാണ്. പ്രത്യേകിച്ച് ഇക്കുറി നോമ്പ് കാലം കൂടി ഇത് കടന്നു വന്നു. നോമ്പ് കാലത്തിലാണ്
ചില മാറ്റമുണ്ടാവാൻ സാധ്യതയുള്ളൂ. പക്ഷേ നോമ്പുകാലം കൂടി ഈ തരത്തിലേക്ക് കടന്നു വന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആഘോഷത്തിൽ, ഒരു മതത്തിന്റെ ആഘോഷത്തിൽ ഒരു സ്ഥാനാർത്ഥി പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായും ആ മതവിശ്വാസത്തിൽപ്പെട്ടവർക്ക് ഞങ്ങളുടെ കൂടി പാർട്ടാണ്, അല്ലെങ്കിൽ ഞങ്ങളെ കൂടി സഹിഷ്ണുതയോടുകൂടി കാണുന്ന ആളാണ്, ഞങ്ങളോട് കൂടി ചേരുന്ന ഒരാളാണ് എന്നുള്ളൊരു തോന്നൽ കൂടി ഉണ്ടാക്കാൻ വേണ്ടിയാവണം മിക്ക സ്ഥാനാർത്ഥികളും ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികളിലെല്ലാം സജീവമായി പങ്കെടുക്കാറുണ്ട്. അതിപ്പോൾ അമ്പലങ്ങളിലെ ഉത്സവങ്ങളിലായാലും പള്ളികളിലെ ഉത്സവങ്ങളിലായാലും ആഘോഷങ്ങളിലായാലും മറ്റ് ചടങ്ങുകളിലായാലും എല്ലാം തന്നെ പ്രധാനമായും ആളുകൾ പങ്കെടുക്കാറുണ്ട്. മറ്റ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടുതൽ ആളുകളെ ഒരുമിച്ച് കാണാൻ കഴിയുന്ന ഒരു വേദി കൂടിയാണ് ഇത്തരം ആഘോഷവേദികൾ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഇത്തരം സ്ഥലങ്ങൾ കേന്ദ്രീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സുരേഷ് ഗോപിയെ സംബന്ധിച്ച് തൃശ്ശൂരിൽ കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോഴും ഇത്തവണ മത്സരിക്കുമ്പോൾ കൂടുതലായി അധികമായി അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് വിഭാഗത്തിന്റെ വോട്ട് കൂടി നേടിക്കഴിഞ്ഞാൽ വിജയിക്കാൻ കഴിയും എന്നൊരു വലിയ പ്രതീക്ഷയുണ്ട്. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ വളരെ നേരത്തെ തന്നെ അദ്ദേഹം തുടങ്ങിയിരുന്നു. അതോടൊപ്പം BJPയും അത്തരത്തിലേക്കുള്ള സഭാ നേതൃത്വവുമായിട്ടൊക്കെയുള്ള ചർച്ചകളും സഭയുമായിട്ടുള്ള ചേർന്ന് പോകണം എന്നുള്ള തരത്തിലേക്കുള്ള വിഷയങ്ങളൊക്കെ, അല്ലെങ്കിൽ അത്തരം ചർച്ചകളും നീക്കങ്ങളും ഒക്കെ നടത്തിയിരുന്നു. അതിനിടയിലാണ് മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങളൊക്കെ വന്നത്. അത്തരത്തിലേക്കുള്ള ചില എതിർപ്പുകൾ കൂടിയുണ്ട്. പക്ഷേ അത്തരം വിഷയങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് എങ്ങനെ വിശ്വാസികളുമായി ചേർന്ന് നിൽക്കാം എന്നുള്ള ഒരു വലിയ പരിശ്രമം കൂടിയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗം കൂടിയാണ് ഇപ്പോൾ ഈ ലത്തീൻ പള്ളിയിൽ ഈ ഓശാന ഞായറുമായി ബന്ധപ്പെട്ട ഘോഷയാത്രയിലും അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രാർത്ഥനാ ചടങ്ങിലും അദ്ദേഹം കുരുത്തോലയും ഏന്തിക്കൊണ്ട് തന്നെ പങ്കെടുക്കുന്നത്. എന്തായാലും ആ വിശ്വാസികൾക്കൊപ്പം നിൽക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ പരിശ്രമം നടത്തുന്നുണ്ട്. സമാനമായ രീതിയിലേക്ക് മറ്റു സ്ഥാനാർത്ഥികളും പല സ്ഥലങ്ങളിലും ഇത്തരം ദേവാലയങ്ങളിലെല്ലാം എത്താറുണ്ട്. ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു വലിയ പ്രചരണ രീതി, ആ പ്രചരണ രീതിയുടെ പ്രത്യേകത ഈ കാലത്ത് കൂടുതൽ ആളുകളെ ഇത്തരം ആഘോഷ പരിപാടികളിൽ ഒരുമിച്ച് കാണാൻ സ്ഥാനാർത്ഥി കഴിയുന്നു. മറ്റ് പാർട്ടികളൊക്കെ ആളുകളെ ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള പ്രയാസം, അതോടൊപ്പം തന്നെ അങ്ങനെ പാർട്ടികൾ വിളിച്ചാലും ഒക്കെ വരാത്ത ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ വരാത്ത ആളുകളെ കൂടി ഒരുമിച്ച് കാണാൻ കഴിയുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ സ്ഥലങ്ങളിലേക്കൊക്കെ സ്ഥാനാർത്ഥികൾ ധാരാളമായിട്ടെത്തും. പാർട്ടി ഇപ്പോഴത്തെ പ്രചരണം നടക്കുന്ന കേരളത്തിൽ ആകമാനം നടക്കുന്നത് ഇത്തരത്തിലേക്കുള്ള ഒരു രീതിയിൽ കൂടിയാണ്. ഇത്തരം ആഘോഷ സ്ഥലങ്ങളിലേക്ക് സ്ഥാനാർത്ഥികൾ പോകുന്നു, സ്ഥാനാർത്ഥികൾ അവിടെ നിൽക്കുന്ന ആളുകളെല്ലാം കാണുന്നു, അവരുമായി സംസാരിക്കുന്നു, വോട്ട് തേടുന്നു. അങ്ങനെ നേരിട്ട് വോട്ട് ചോദിക്കുന്നതിനപ്പുറത്തേക്ക് അവരെ കണ്ട് ചിരിക്കുക, അവരോട് സംസാരിക്കുക എന്നുള്ള രീതിയിലേക്ക്, ആഘോഷത്തിനിടയിൽ വോട്ട് ചോദിക്കുന്നില്ല ചില അനൗചിത്യം കൊണ്ട് നേരിട്ട് വോട്ട് ചോദിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ വോട്ട് ചോദ്യം തന്നെയാണ് ഇതെല്ലാം. ആ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക, അതിൻ്റെ ഭാഗമായി അവർക്ക് ഒപ്പം നിൽക്കുക, അത്തരമൊരു വലിയ പരിശ്രമം കൂടിയാണ് കേരളത്തിലെ സ്ഥാനാർത്ഥികളൊക്കെ നടത്തുന്നത്. പ്രത്യേകിച്ച് തൃശ്ശൂരിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഭകളെ കൂടുതൽ ചേർത്ത് നിർത്താൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ ആ വോട്ട് കൂടി ലഭിച്ചെങ്കിൽ മാത്രമേ വിജയിക്കാൻ കഴിയൂ എന്നത് BJP കണക്കൂട്ടുന്നുണ്ട്. അതിനുവേണ്ടിയാണ് നേരത്തെ മുതൽ തന്നെ അത്തരം നീക്കങ്ങൾ നടത്തുന്നത്. ചില നീക്കങ്ങളൊക്കെ ചില വിവാദങ്ങളിലൊക്കെ പെട്ടെങ്കിലും അത്തരം നീക്കങ്ങൾ തുടർന്നും നടത്തിക്കൊണ്ടേ ഇരിക്കുന്നതും. രഞ്ജിത്തെ, അതുപോലെ നമുക്ക് ഇനിയും മറ്റ് സ്ഥാനാർത്ഥികളും എനിക്ക് തോന്നുന്നു സമാനമായ രീതിയിലേക്കൊക്കെ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ എല്ലാ ആഘോഷ പരിപാടികളിൽ, എല്ലാ മതത്തിന്റെയും ആഘോഷ പരിപാടിയിൽ അവിടെ എത്തിക്കൊണ്ടുള്ളൊരു വോട്ടുപിടുത്തം കേരളത്തിൽ ആകമാനം നടക്കുകയാണെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ ഒന്ന് കാണിച്ചത് ശശി തരൂര് തിരുവനന്തപുരത്തെ ഒരു പള്ളിയിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ അവിടെ പാളയത്തെ പള്ളിയിൽ അദ്ദേഹം എത്തി ഈ വിശ്വാസികളെ കണ്ടിരുന്നു. അദ്ദേഹം പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഹൈബി ഈഡനും ഭാര്യയും എറണാകുളത്ത് സമാനമായി തന്നെ വിശ്വാസ ചടങ്ങിൽ പങ്കെടുത്തു. കാരണം ഇന്ന് വിശ്വാസികളുടെ വലിയൊരു സംഗമം ഈ ക്രിസ്ത്യൻ പള്ളികൾ കേന്ദ്രീകരിച്ചുണ്ടാകുന്ന ഒരു ദിവസമാണ്. സ്വാഭാവികമായും ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളെയും അവർക്ക് ഓടിയെത്താവുന്നതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. പക്ഷേ ഓടിയെത്താവുന്ന പരമാവധി സ്ഥലങ്ങളിൽ അവരെത്തി ഈ പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും എന്നുള്ളതാണ്. മിക്ക സ്ഥാനാർത്ഥികളും ഇന്ന് ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രചരണ പ്രവർത്തനങ്ങളിൽ തന്നെയാകും ഏർപ്പെടുക എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. നമുക്കിപ്പോൾ ഏതാണ്ട് ഒരു 10-15 മിനിറ്റായിട്ട് സുരേഷ് ഗോപി ഈ പള്ളിക്കുള്ളിലുണ്ട്, ഈ സേക്രഡ് ഹാർട്ട് ലാറ്റിൻ ചർച്ചിൽ ഉണ്ട്. നേരത്തെ കിരൺ പറഞ്ഞതുപോലെ സഭകളെ ചേർത്ത് നിർത്താനുള്ള വലിയൊരു ശ്രമം BJP നടത്തുന്നുണ്ട്. അതൊരു പക്ഷെ നടക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യേണ്ടത് BJPയുടെ ആ ശ്രമം വർക്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കേണ്ടത് ഈ തൃശ്ശൂരിലാണ്. കാരണം തൃശ്ശൂരിൽ ഈ ക്രിസ്ത്യൻ വോട്ടുകളുടെ വലിയൊരു മെജോറിറ്റി അവർ ഈ ഫലം നിർണ്ണയിക്കുന്നതിൽ പോലും വലിയ നിർണായകമായ ശക്തിയാകുന്ന തിരുവനന്തപുരം പോലെ, ആലപ്പുഴ പോലെ ഒക്കെയുള്ള, പത്തനംതിട്ട പോലെ ഒക്കെയുള്ള ഒരു സ്ഥലമാണ് തൃശ്ശൂർ. ഇവിടെ നിരവധിയായ ക്രിസ്ത്യൻ മതവിശ്വാസികളുടെ വിവിധ സഭകളിൽ ബന്ധപ്പെട്ട, ഇതിപ്പോൾ ലാറ്റിൻ ചർച്ച് ആണെങ്കിൽ കാത്തലിക് സഭ, അങ്ങനെ നിരവധിയായ വിശ്വാസ സമൂഹത്തിൽപ്പെട്ട നിരവധി സഭകളിൽപ്പെട്ട വിശ്വാസികളുടെ വലിയൊരു കൂട്ടായ്മയും സംഗമവും ഒക്കെ ഉണ്ടാകുന്ന ഒരു വലിയ വിഭാഗം ജനതയുള്ള ഒരു സ്ഥലം കൂടിയാണ് തൃശ്ശൂർ. സ്വാഭാവികമായും BJP കഴിഞ്ഞ കുറേ നാളുകളായി ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ തങ്ങളിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുന്നത്, ഗോവയിലുമൊക്കെ സംഭവിച്ചതുപോലെ, മിസോറാമിലും മണിപ്പൂരിലുമൊക്കെ സംഭവിച്ചതുപോലെ അത്തരത്തിലുള്ള ഒരു ശ്രമം കേരളത്തിൽ കാലങ്ങളായി നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ശ്രമം വിജയിക്കണമെങ്കിൽ അതിനൊരു പരീക്ഷണശാല കൂടിയാണ് തൃശ്ശൂർ എന്നുള്ളതാണ്. കാരണം ഈ
സഭകളെ ചേർത്ത് നിർത്താനുള്ള ശ്രമത്തിന്റെ പരീക്ഷണശാലയാകും തൃശൂർ. അത് ഏറ്റവും കൂടുതൽ പക്ഷേ പ്രതിഫലിക്കേണ്ട ഒരു മണ്ഡലം കൂടിയായി തൃശൂർ മാറുന്നുണ്ട്. കിരൺ, കഴിഞ്ഞ തവണയാണ് സുരേഷ് ഗോപി നിർണായകമായ രീതിയിൽ തൃശ്ശൂരിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചത്. ഏകദേശം 1 ലക്ഷം നിന്ന് വോട്ട് 2,93,000 വർദ്ധിപ്പിച്ചു. പക്ഷേ അതൊക്കെ പറഞ്ഞാലും അത്രയും വോട്ട് വിഹിതം കൊണ്ട് മാത്രം 4,15,000 വോട്ട് നേടിയാണ് കഴിഞ്ഞ തവണ TN പ്രതാപൻ വിജയിച്ചത്. സ്വാഭാവികമായും അത് ആ ഒരു വലിയ ഡിഫറൻസ് 1.25 ലക്ഷത്തിന് മേലുള്ള ഒരു വലിയ വ്യത്യാസമുണ്ടോ? ഈ വ്യത്യാസം പരിഹരിക്കണമെങ്കിൽ ഹിന്ദു വോട്ടിന്റെ ഏകീകരണം കൊണ്ട് മാത്രം കഴിയില്ല, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് BJPയുടെ വോട്ടിന്റെ ഏകീകരണം കൊണ്ട് മാത്രം കഴിയില്ല. അതിനപ്പുറത്തേക്കുള്ള ഒരു വോട്ട് കൂടി ശേഖരിക്കണം എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് കൃത്യമായും സഭകളുമായി ചേർന്നുള്ള എല്ലാ സഭകളുമായി ഒരു ബന്ധം സ്ഥാപിക്കുക. ആ സഭകളുമായി പരമാവധി BJPയുമായി, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൽ നിൽക്കുന്നതാണ്, ആ കേന്ദ്ര സർക്കാരിന്റെ സംവിധാനങ്ങൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് BJPയുമായി അടുപ്പിക്കുക. അതിനുവേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം വളരെ കാലമായി BJP നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനിടയിലേക്കാണ് ഈ മണിപ്പൂർ വിഷയവുമൊക്കെ വന്നത്. അത് വിശ്വാസികളെ സംബന്ധിച്ച്, സാധാരണ വിശ്വാസികളെ സംബന്ധിച്ച് സഭാ മേധാവികൾ ഏത് തരത്തിലാണ് ചിന്തിക്കുന്നതെങ്കിൽ സാധാരണ വിശ്വാസികളുടെ മനസ്സിലൊക്കെ അത് മുറിവ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മുറിവടക്കം പരിഹരിക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം കൂടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് BJPയുടെ നേതൃത്വത്തിൽ. പ്രത്യേകിച്ച് സുരേഷ് ഗോപി അത്തരം സഭാവിശ്വാസികൾ ഇത്തരം ക്രിസ്തീയ ആരാധനകളിൽ പങ്കെടുത്ത വഴി സാധാരണ വിശ്വാസിക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം അത് വളരെ വലുതാണ്. ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിന്റെ കൂടി ഭാഗമാണ്, ഞാൻ നിങ്ങളുടെ വിശ്വാസത്തെ കൂടി ഞാൻ സഹിഷ്ണുതയോടുകൂടി കാണുന്നു, നിങ്ങളുടെ വിശ്വാസത്തെ കൂടി ഞാൻ എൻ്റെ വിശ്വാസത്തിന്റെ ഭാഗമായി കാണുന്നു എന്നുള്ള ഒരു സന്ദേശം നൽകാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം കൂടിയാണ് സ്ഥാനാർത്ഥി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും തൃശ്ശൂരിനെ സംബന്ധിച്ച് സഭാവിശ്വാസികളുടെ വോട്ട്, അല്ലെങ്കിൽ സഭാവിശ്വാസികളുടെ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വോട്ട് അതീവ നിർണായകമാണ്. ആ വോട്ട് കൂടി ചേരാതെ BJPയെ സംബന്ധിച്ച്, BJP കഴിഞ്ഞ തവണ നേടാൻ കഴിയുന്നതിൽ ഒരു പരമാവധി വോട്ട് എന്നൊക്കെ പറയാവുന്ന തരത്തിലേക്കാണ് സുരേഷ് ഗോപി 2 ലക്ഷത്തോളം വോട്ട് വർദ്ധിപ്പിച്ചത്. അതിനൊപ്പം പക്ഷേ വിജയിക്കാൻ കഴിയണമെങ്കിൽ മറ്റു വിഭാഗങ്ങളുടെ വോട്ട് കൂടി ചേരണം. അതിനുവേണ്ടിയുള്ള വലിയ പരിശ്രമം കൂടിയാണ് ഇവിടെ നടത്തിക്കൊണ്ട് ഇരിക്കുന്നതും. ഇപ്പോൾ അതിന്റെ ഭാഗമാണ് ഇത്തരം ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്നത്. ഇനിയും മറ്റു ചില പള്ളികളിലും ഒക്കെ അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലുമൊക്കെ വിവിധ സഭകളുടെ പള്ളികളിലും അവരുടെ ആഘോഷങ്ങളിലും അല്ലെങ്കിൽ അവരുടെ ചടങ്ങുകളിലും ഒക്കെ സുരേഷ് ഗോപി പങ്കെടുക്കുന്നുണ്ട്. ഈ പ്രധാനപ്പെട്ട പള്ളികളിലെല്ലാം തന്നെ തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട എല്ലാ സഭകളുടെയും പള്ളികളിലും ആ സഭയുടെ എല്ലാം തൃശ്ശൂരിലെ മേധാവിമാരെയും എല്ലാം അദ്ദേഹം നേരിട്ട് കാണുകയും ചെയ്യുന്നുണ്ട്. ഇവരെയൊക്കെ സുരേഷ് ഗോപി മാത്രമല്ല കാണുന്നത് എന്നതുകൂടി നമ്മൾ കാണണം. എന്തായാലും മറ്റ് പാർട്ടികളും, ഈ കോൺഗ്രസിനായാലും CPMനായാലും എല്ലാം പരമ്പരാഗതമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന കുറേ വോട്ടുകളുണ്ട്. അത് നിലനിർത്തേണ്ടതും വർദ്ധിപ്പിക്കേണ്ടതും ഈ 2 പാർട്ടികൾക്കും ഏറ്റവും നിർണായകമാണ്. K മുരളീധരനായാലും VS സുനിൽകുമാറായാലും അവരും സമാനമായ രീതിയിലേക്ക് ഈ സഭാവിശ്വാസികളുടെ വോട്ട്, പ്രത്യേകിച്ച് ഇക്കുറി BJP കൂടുതൽ സഭാവിശ്വാസികളുടെ വോട്ടിന് വേണ്ടിയുള്ള അധിക പരിശ്രമം നടത്തുമ്പോൾ അത് നിലനിർത്താൻ വേണ്ടിയുള്ള പരിശ്രമം സ്വാഭാവികമായും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും CPIയുടെ ഭാഗത്തു നിന്നുമെല്ലാം, അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെയും വലതുമുന്നണിയുടെയും ഭാഗത്തു നിന്ന് ഒരേപോലെ ഉണ്ടാവാനുള്ള സാധ്യതയും അതിശക്തമാണ്. വിശ്വാസികൾ ഇതെല്ലാം പറഞ്ഞാലും അവസാനം തീരുമാനമെടുക്കുന്നത് സാധാരണ മനുഷ്യരാണ്, വോട്ടർമാരാണ് വിശ്വാസം എടുക്കേണ്ടത്. ആ വോട്ടർ ഏത് തരത്തിലാവും ചിന്തിക്കുക? മതത്തിന്റെ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയം കൊണ്ടാണോ, അല്ലെങ്കിൽ അവരുടെ മറ്റ് നിലപാടുകളാണോ ആലോചിക്കേണ്ടത്? ഇതെല്ലാം നമുക്ക് പലപ്പോഴും പ്രവചനാതീതമാണ്. സഭാ നേതാക്കളോ അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിന്റെയോ ജാതിയുടെയോ ഒക്കെ പൂർണ്ണ പിന്തുണ ഒരു പാർട്ടിക്കാണ് അല്ലെങ്കിൽ മറ്റൊരു മുന്നണിക്കാണെന്നൊക്കെ പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഘട്ടങ്ങളിൽ പോലും അവിടെ അതിൽ പെടുന്ന ആളുകൾ പോലും, അല്ലെങ്കിൽ അതിൽ അംഗങ്ങളായിരിക്കുന്ന ആളുകൾ പോലും ചിലപ്പോൾ അതിന് വോട്ട് ചെയ്യാറില്ല, ചിലപ്പോൾ അതിന് വിരുദ്ധമായ ചേരിയിലേക്ക് വോട്ട് ചെയ്യാറുണ്ട്. അത്തരം സന്ദർഭങ്ങൾ, ചില സന്ദർഭങ്ങൾ മറിച്ചും ഉണ്ടായിട്ടുണ്ട്. അത്തരം ഘട്ടങ്ങളിലൊക്കെ പൊതുവായ വികാരങ്ങൾ, ഏതെങ്കിലും ഒരു മതത്തിനെതിരെ അല്ലെങ്കിൽ ഒരു ജാതിക്കെതിരെ പൊതുവായ വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സർക്കാരുകൾക്കെതിരെയുള്ള വോട്ട് ചെയ്യുന്ന സംഭവങ്ങളും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം കൂടിയാണ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികൾ ഇത്തരം ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ അവർ പറയുന്ന വാക്കുകൾ പോലും വളരെ മിതത്വം പാലിക്കാറുണ്ട്. വളരെ ശ്രദ്ധിച്ച് മാത്രം പങ്കെടുക്കേണ്ടതാണ്. ഇവിടെ തന്നെ സുരേഷ് ഗോപി ചടങ്ങുകൾ പങ്കെടുക്കുമ്പോൾ എവിടം വരെ പോകാം, എങ്ങനെ പോകണം എന്നെല്ലാം കൃത്യമായ നിർദ്ദേശങ്ങൾ ഓരോ സമയത്ത് അദ്ദേഹം ചോദിച്ചാണ് ചെയ്യുന്നത്. ഇനി പള്ളിക്കകത്തേക്ക് കയറാം, അപ്പോൾ വന്ന് കയറാം, താങ്കൾക്ക് കയറാം എന്ന് പറയുമ്പോഴാണ് അദ്ദേഹം അകത്തേക്ക് കയറുന്നത്. അങ്ങനെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ കൂടിയാണ്. ഇത്തരം ഒരു മതത്തെ സംബന്ധിച്ച്, മതവിശ്വാസങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വ്രണപ്പെടുക എന്നുള്ള, അല്ലാതെ വ്രണപ്പെടുത്തി എന്ന് വരുത്താൻ തീർക്കാനുള്ള ശ്രമം ഏത് മതത്തെ സംബന്ധിച്ചാലും അതിലെ എതിരാളികളൊക്കെ സ്വാഭാവികമായി ശ്രമിക്കാറുണ്ട്. ഞങ്ങളുടെ പണ്ട് മന്ദൻ സമാധിയിലേക്ക് ചെരുപ്പിട്ട് കയറി എന്നതൊക്കെ വലിയ ഒരു രാഷ്ട്രീയ വിഷയമായി കേരളത്തിൽ തന്നെ വലിയ തെരഞ്ഞെടുപ്പിനെയൊക്കെ നിശ്ചയിച്ച രാഷ്ട്രീയ വിഷയമായിട്ടൊക്കെ മാറിയതാണ്. നേരത്തെ ശിവഗിരിയിൽ പോലീസ് കയറിയത് അതുപോലെ വലിയ രാഷ്ട്രീയ വിഷയമായി ആ സർക്കാരിനെതിരെയുള്ള വലിയ വികാരമായി മാറിയതാണ്. അങ്ങനെ സമാനമായ ഒരുപാട് സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ചില പിഴവുകൾ, നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പിഴവുകൾ പോലും ചിലപ്പോൾ പോസിറ്റീവായ ഇടപെടൽ പോലും നെഗറ്റീവായ രീതിയിലേക്ക് മാറാനുള്ള സാധ്യതകൾ അങ്ങനെ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചാണ് ഓരോ സ്ഥാനാർത്ഥികളായാലും നേതാക്കളായാലും ഇത്തരം മതവിശ്വാസികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് മതവിശ്വാസികളെ കൂടെ നിർത്താൻ വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങൾ ഉണ്ടാവാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. എല്ലാ തരത്തിലുള്ള ആളുകളുടെ, പാർട്ടിക്കാരുടെ മാത്രം വോട്ട് കൊണ്ട് കേരളത്തിൽ ഒരു മുന്നണിക്കും ജയിക്കാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയുണ്ട്. കേരളത്തിൽ ആ മുന്നണിയെ സഹായിക്കുന്നതുകൊണ്ട് മാത്രം വോട്ട് പോരാ, പലപ്പോഴും മാറി മറിഞ്ഞ് വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20ൽ
അതിൽ 19 UDF ജയിക്കുമ്പോൾ തൊട്ട് കീഴിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് മാറി കേരളത്തിന്റെ ചരിത്രം തന്നെ മാറ്റിമറിച്ചുകൊണ്ട് ഒരു തുടർ ഭരണം വരുന്നു. തൃശ്ശൂർ തന്നെ TN പ്രതാപൻ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഇവിടെ വിജയിക്കുമ്പോൾ തൊട്ട് ശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 CPM 3 CPI വിജയിക്കുന്നു. അങ്ങനെ സീറ്റിലും ഇടതുമുന്നണിക്കാണ് വലിയ വിജയമുണ്ടാവുന്നത്. രഞ്ജിത്തെ, അത് പ്രധാനമായും ഈ ആളുകൾ, കേരളത്തിലെ ആളുകൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു മുന്നണിക്ക് അവരുടെ മുന്നണിയുടെ മുഴുവൻ വോട്ടും സമാഹരിച്ചുകൊണ്ട് മാത്രം ജയിക്കാൻ കഴിയുന്നൊരവസ്ഥ കേരളത്തിലില്ല. ഈ നിഷ്പക്ഷമായി മാറിയും മറിഞ്ഞും വോട്ട് ചെയ്യുന്ന ആളുകൾ, അതല്ലേ യഥാർത്ഥ നിർണ്ണയം? അതിനുവേണ്ടിയല്ലേ പ്രധാനമായും ഇത്തരം ആരാധനാലയം കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രചരണം ഈ പാർട്ടികളും സ്ഥാനാർത്ഥികളും ഒക്കെ ഏറ്റെടുക്കുന്നു? ഈ വോട്ട് ബാങ്ക് എന്നൊരു രാഷ്ട്രീയം വളരെ കൃത്യമായി തന്നെ നേരത്തെ കേരളത്തിലുണ്ടായിരുന്നു. ഓരോ പാർട്ടികൾക്കും അവരുടേതായ വോട്ട് ബാങ്കുകൾ ഓരോ മണ്ഡലത്തിലും ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ ഒരുപാട് മാറിമറിഞ്ഞു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. വോട്ട് ബാങ്ക് എന്ന സമ്പ്രദായം ആർക്കുമില്ല. ഒരു മണ്ഡലവും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കുത്തകയുമല്ല. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ നമുക്ക് ചില മണ്ഡലങ്ങളെങ്കിലും, നേരത്തെ കിരൺ പറഞ്ഞതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ചില മണ്ഡലങ്ങളിലെങ്കിലും നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മണ്ഡലമാണെന്ന് പറയാം. പക്ഷേ എല്ലാ മണ്ഡലങ്ങളും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാറി ഇപ്പോൾ തൃശ്ശൂർ പോലും വർഷങ്ങളോളം CPIയുടെ മണ്ഡലമായിരുന്ന ഒരു സ്ഥലമാണ്, CPIയുടെ ഭാഗമായിരുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ പോലും. അതിനുശേഷമാണ് ഇപ്പോൾ തൃശ്ശൂരിലെ 88, 87 മുതലൊക്കെ കോൺഗ്രസ് അവിടെ ജയിച്ചു തുടങ്ങുകയും തുടർന്ന് മാറിയുള്ള വിജയങ്ങൾ വരികയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് ആ സമയം മുതലാണ്. അങ്ങനെ ഓരോ തരത്തിലും കുത്തക മണ്ഡലങ്ങൾ എന്ന് പറയാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഉണ്ടാകുന്നില്ല. തിരുവനന്തപുരത്താണ് ശശി തരൂർ തുടർച്ചയായ 3 തവണ ജയിച്ച ഒരു സ്ഥാനാർത്ഥിയാണ്. അതിന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് സംഭവിക്കുന്നതാണ്. കൊല്ലത്ത് പ്രേമേന്ദ്രനും തുടർച്ചയായി 2 തവണ വിജയിക്കുന്ന പശ്ചാത്തലം വരുന്നുണ്ട്. അതിനൊക്കെ പ്രത്യേകിച്ച് രാഷ്ട്രീയ കാരണങ്ങളൊക്കെ നമ്മൾ പ്രേക്ഷകർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെ എറണാകുളം വേണമെങ്കിൽ കോൺഗ്രസിന്റെ കുത്തക മണ്ഡലം എന്ന് പറയാം. പക്ഷെ ഇത്തവണ അവിടെ പോരാട്ടം കഴിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഈ നേരത്തെ കിരൺ പറഞ്ഞതുപോലെ സമുദായ വോട്ടുകളുടെ നിർണായകമായ സ്വാധീനം, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകളുടെ നിർണായകമായ സ്വാധീനം നമ്മുടെ മിക്ക സ്ഥലങ്ങളിലുമുണ്ട്, മിക്ക മണ്ഡലങ്ങളിലുമുണ്ട്. അത് ആർക്കൊപ്പം നിൽക്കും? കഴിഞ്ഞ തവണ ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായും കേന്ദ്രീകരിച്ചത് UDFിനൊപ്പമാണ് എന്നൊരു വിശകലനം ഉണ്ടായിരുന്നു. അതാണ് 20ൽ 19 സീറ്റുകളും കോൺഗ്രസിന് അല്ലെങ്കിൽ UDFിന് നൽകിയത് എന്ന ഒരു വിശകലനം കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണം. പക്ഷേ ഇത്തവണ അതെങ്ങനെ തിരിയും എന്നത് പ്രധാനമാണ്. അവിടെയാണ് ഈ തൃശ്ശൂർ പോലൊരു മണ്ഡലത്തിൽ ക്രിസ്ത്യൻ വിശ്വാസികളുടെ വലിയൊരു കൂട്ടായ്മ, ക്രിസ്ത്യൻ വിശ്വാസികൾ വലിയ തരത്തിൽ ഈ പറഞ്ഞതുപോലെ അവരുടെ വോട്ട് തങ്ങളിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ അവരുടെ വിശ്വാസം തങ്ങളിലേക്ക് ആകർഷിക്കാൻ BJP നടത്തുന്ന ഒരു ശ്രമം, ജോണി നെല്ലൂരിനെയൊക്കെ കൂട്ടുപിടിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് ഇവിടെ വലിയ ശ്രമങ്ങൾ BJPയുടെ ഭാഗത്തുണ്ടായിരുന്നു. അനിൽ K. ആന്റണിയെ പോലെ AK ആന്റണിയുടെ മകനെ പാർട്ടിയിൽ എത്തിച്ചത് നമ്മൾ കണ്ടതാണ്. നമുക്കറിയാം, പാർട്ടിയുടെ ന്യൂനപക്ഷ മുഖം ആണ് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ അൽഫോൺസ് കണ്ണന്താനം. PC ജോർജ് ഇവിടെ പാർട്ടിയുടെ ഭാഗമായി വന്നത് നമ്മൾ കണ്ടതാണ്. കോട്ടയത്തും പത്തനംതിട്ടയിലും ഒക്കെ അത് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നിരവധി ക്രിസ്ത്യൻ നേതാക്കളെ ഒപ്പം കൂട്ടിയാണ് BJPയുടെ പ്രവർത്തനം എന്നുകൂടി നമ്മൾ ചേർത്ത് വായിക്കണം. അത് ഏത് തരത്തിൽ വർക്ക് ചെയ്യും എന്നുള്ളത് കൂടി നമ്മൾ ഇനി ഈ തെരഞ്ഞെടുപ്പിന് ശേഷമാകും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ന്യൂനപക്ഷ വോട്ടുകൾ BJPക്കൊപ്പം നിൽക്കുമെങ്കിൽ അതിന്റെ വളരെ കൃത്യമായ ഒരു പരീക്ഷണശാല കൂടിയായി മാറുകയാണ് തൃശ്ശൂർ എന്നുള്ളതാണ്. നമുക്ക് ആ ഇടവേളയിലേക്ക് ഒന്ന് പോകണം. ഇടവേളയ്ക്ക് മുൻപ് എന്നോടൊപ്പം CV അനുമോദ് കൂടി ചേരുന്നുണ്ട്. അനുമോദ്, ഞാനും കിരണും പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ക്രിസ്ത്യൻ വോട്ടുകളുടെ ഒരു ഏകീകരണം, ന്യൂനപക്ഷ വോട്ടുകൾ BJPയിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ പ്രത്യേകത അതിപ്പോൾ പല മണ്ഡലങ്ങളിൽ സംഭവിക്കുന്നു. തൃശ്ശൂരിൽ പ്രത്യേകിച്ച്, തൃശ്ശൂരിൽ ഞാനത് പറയുകയായിരുന്നു, ഒരു പക്ഷേ ആ പരീക്ഷണത്തിന്റെ ഒരു പരീക്ഷണശാല കൂടിയാണ് തൃശ്ശൂർ. അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് സുരേഷ് ഗോപിയുടെ വിജയത്തിൽ വളരെ നിർണായകമാകും. തീർച്ചയായും നമുക്കറിയാം, ഈ ഒരു ന്യൂനപക്ഷ വോട്ടുകളുടെ ധ്രുവീകരണം കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്തൊരു വിഷയമാണ്. നരേന്ദ്രമോദി എന്തുകൊണ്ട് തൃശ്ശൂരിൽ 2 തവണ വന്നു, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അതിനു മുൻപ് അദ്ദേഹവുമായി ക്രിസ്തീയ നേതൃത്വം നടത്തിയ കൂടിക്കാഴ്ചകൾ, ഇതൊക്കെ തന്നെ വലിയ തോതിൽ ഇവിടെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. തൃശ്ശൂരിൽ ക്രിസ്തീയ വിഭാഗത്തിന്റെ പിന്തുണയില്ലാതെ ആർക്കും ജയിക്കാനാകില്ല എന്നുള്ളതാണ് വാസ്തവം. കാലങ്ങളായി നമുക്കറിയാം, എന്ന് മത നേതൃത്വം അല്ലെങ്കിൽ അവർക്ക് എതിരഭിപ്രായം ഉണ്ടായിട്ടുണ്ടോ അവർ ഇവിടെ ജയിച്ചിട്ടില്ല. നമ്മൾ PC ചാക്കോയുടെ ഉദാഹരണം 2014 കണ്ടതാണ്. അതിനു മുൻപെല്ലാം PC ചാക്കോ വളരെ കൃത്യമായി വിജയിച്ചു പോന്നിരുന്നു. പക്ഷേ ആ സഭ അദ്ദേഹത്തിന്റെ കൂടെ ഇല്ല എന്ന് ബോധ്യപ്പെട്ട സമയത്ത് അദ്ദേഹം ഇവിടുന്ന് മാറുകയാണ് ചെയ്തത്. അദ്ദേഹം നേരെ ചാലക്കുടിയിലേക്ക് പോവുകയും ധനപാലൻ ഇവിടേക്ക് വരികയും രണ്ടുപേരും തോറ്റു. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് കൃത്യമായി നമുക്ക് സഭാ നേതൃത്വമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നപ്പോൾ
ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ സഭയ്ക്ക് തൃപ്തി പോരാ എന്നൊരു വ്യക്തമായ അഭിപ്രായം സഭയ്ക്കുണ്ടായിരുന്നു. അത് ആ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്തു. അതായത് സഭയുടെ വോട്ട് മുഴുവൻ ഇടതുപക്ഷത്തിന് കിട്ടിയെന്നല്ല, സ്വാഭാവികമായിട്ടും വലതുപക്ഷത്തിന് ലഭിക്കേണ്ട വോട്ടുകൾ കിട്ടിയില്ല എന്നുള്ളതാണ് അവിടെ പ്രധാനമാകുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം വ്യത്യസ്തമാണ്. ഇപ്പോൾ സുരേഷ് ഗോപിക്ക് എതിരെ ഉയർന്ന വലിയ ഒരു അലിഗേഷൻ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസം കണ്ടതാണ്. അദ്ദേഹത്തിന്റെ സ്വർണ്ണ കിരീടത്തെ കുറിച്ചാണ്. ആ വിവാദം ഇപ്പോൾ എന്തായി തണുത്തോ? ആ വിവാദം തണുത്തു. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ കണ്ടൊരു കാര്യം, അത് കൊണ്ടുപോയി പരിശോധിച്ചപ്പോൾ അത് സ്വർണ്ണമാണെന്ന് കണ്ടെത്തുകയും ഇനി അത് പറയേണ്ട ആവശ്യമില്ല എന്ന് ചിലരൊക്കെ തീരുമാനിച്ചു. നമുക്കറിയില്ല. സുരേഷ് ഗോപി അത് പറയുന്നില്ല. സുരേഷ് ഗോപി അത് എന്റെ വ്യക്തിപരമായ ഒരു കാര്യമാണ്, ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള സ്വീകരിച്ചത്. ഇവിടെ ഈ ഇത്തരത്തിൽ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രചരണ രംഗത്തേക്ക് കൊണ്ടുവരുന്നത് ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രചരണത്തിന് യോജിക്കുന്ന കാര്യമല്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ തൃശ്ശൂരിൽ കേന്ദ്രീകരിച്ച് പറയുകയാണെങ്കിൽ ഈ ക്രിസ്തീയ സഭയെ സ്വാധീനിക്കുവാനും അവരുടെ വോട്ട് ബാങ്ക് എന്നത് ഉറപ്പാക്കുവാനുമുള്ള ശ്രമങ്ങൾ എല്ലാ കക്ഷികളും കൃത്യമായി നടത്തുന്നുണ്ട്. ഇതിൽ ആർക്കായിരിക്കും ഇവരുടെ ഒരു പിന്തുണ, സഭ പിന്തുണച്ചാലും ഇല്ലെങ്കിലും ഈ വിഭാഗത്തിലുള്ളവർ അവരെ പരിഗണിക്കുന്നുണ്ട്, അവരുടെ ആവലാതി കേൾക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വലിയൊരു ഘടകമായിട്ട് തന്നെ കണക്കിലെടുക്കുന്നതാണ്. നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് UDF പരാജയമുണ്ടായി എന്നതിൻ്റെ വലിയൊരു ചോദ്യം, വലിയ ചർച്ചകൾ രഞ്ജിത്ത് തന്നെ ഒരുപാട് നടത്തിയിട്ടുണ്ട്. മധ്യ കേരളത്തിൽ ഈ ഒരു സഭ അല്ലെങ്കിൽ ക്രിസ്തീയ വിഭാഗത്തിൻ്റെ വോട്ട് ബാങ്ക് UDF അനുകൂലമല്ലാതെ നിന്നു എന്ന് നമുക്കറിയാം. അത് വലിയൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയത്. അതിലേക്ക് നയിച്ച കാരണങ്ങൾ നമുക്കറിയാം. മലപ്പുറത്ത് നിന്നുള്ള മുസ്ലിം ലീഗിൻ്റെ ചില നേതാക്കളുടെ പ്രസ്താവനയും ഇടപെടലൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ പരസ്പരം ബന്ധിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, ഒന്നും ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ പ്രത്യേകിച്ച് സഭയുടെ മൗന പിന്തുണ പോലും, മൗനാനുവാദം പോലും ഇവിടെ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും. ഇപ്പോൾ സുരേഷ് ഗോപി ആവട്ടെ, സുനിൽകുമാർ ആവട്ടെ, A. മുരളീധരൻ ആവട്ടെ, അവരെല്ലാം തന്നെ സഭയുടെ പിന്തുണ ലഭിക്കുവാൻ വേണ്ട എല്ലാ പ്രയത്നങ്ങളും. മുരളീധരനോട് രാവിലെ അനുഭവം സംസാരിച്ചിരുന്നല്ലോ, അദ്ദേഹം ഈ കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായം പ്രകടിപ്പിക്കുകയുണ്ടായോ? ഇന്ന് ഈ പ്രത്യേക ദിവസം കൂടെ ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്. അദ്ദേഹം ഇന്ന് പക്ഷേ പള്ളികളിലേക്കല്ല പോകുന്നത്. അദ്ദേഹം പുതുക്കാട് പഞ്ചായത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രചരണം. അളഗപ്പ നഗറിലാണ് അദ്ദേഹം ആദ്യം പോകുന്നത്, അതിനുശേഷം മരുന്നരപ്പള്ളിയിലേക്ക് പോകുന്നു. അദ്ദേഹം സഭകളും അല്ലെങ്കിൽ ദേവാലയം കേന്ദ്രീകരിച്ചല്ല അദ്ദേഹത്തിന്റെ പ്രചരണം. ഒരുപക്ഷെ പള്ളിയിലേക്ക് പോകുന്നുണ്ടായിരിക്കും, പക്ഷേ കേന്ദ്രീകരണം പള്ളികൾ കേന്ദ്രീകരിച്ചല്ല അദ്ദേഹത്തിന്റെ ഇന്നത്തെ രാവിലത്തെ പ്രചരണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് വളരെ വ്യക്തമായി രാഷ്ട്രീയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്, സഭ നേതൃത്വമല്ല, സ്ഥാനാർത്ഥികളല്ല. അവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയമാണ് ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രസക്തമാവുന്ന കാര്യം. ഇടതുപക്ഷത്തിനെതിരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്താവനകൾ തന്നെയാണ് K. മുരളീധരന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. കേന്ദ്രത്തിനെതിരായിട്ടുള്ള നടപടിയിലുള്ള രാഷ്ട്രീയ പ്രസ്താവന. അപ്പോൾ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ അത് ഒരു വ്യക്തിക്ക് കേന്ദ്രീകരിച്ച് വോട്ടുകൾ കിട്ടുന്ന സാഹചര്യം ഉണ്ടാക്കില്ല എന്നാണ് K. മുരളീധരന്റെ ഒരു അഭിപ്രായമുള്ളത്. പക്ഷേ തൃശ്ശൂരിൽ അത് അങ്ങനെ ആകുമെന്ന് നമുക്ക് ഒരിക്കലും പറയാനാകില്ല. ഇവിടെ BJPയേക്കാൾ കൂടുതൽ ജനകീയത സുരേഷ് ഗോപിക്കുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, ഒരു വാസ്തവമാണ്. അതായത് BJP അല്ല, ഇവിടെ സുരേഷ് ഗോപി BJP നയിക്കുകയാണ്. മറ്റിടങ്ങളിൽ അങ്ങനെയല്ല സാഹചര്യങ്ങൾ. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം ചർച്ച ചെയ്താൽ പോലും വ്യക്തിപരമായ മികവുകൾ, വ്യക്തിപരമായ അഭിപ്രായങ്ങൾ, വ്യക്തിപരമായ അടയാളപ്പെടുത്തലുകളൊക്കെ തൃശ്ശൂരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും അതാണ് ഈ പറഞ്ഞതുപോലെ വ്യക്തി കേന്ദ്രീകൃതമല്ല, രാഷ്ട്രീയം വളരെ കൃത്യമായി ചർച്ച ചെയ്യുമെന്ന് പറയുമ്പോൾ പോലും അനുബോധ് പറഞ്ഞതുപോലെ സുരേഷ് ഗോപി എന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇവിടുത്തെ BJPയുടെ പ്രവർത്തനം എന്നുള്ളതാണ്. കാരണം നരേന്ദ്രമോദി ഇവിടെ 2 വട്ടം വന്ന് മടങ്ങുക എന്ന് പറയുന്നത് വളരെ കൃത്യമായി സുരേഷ് ഗോപിയുടെ പ്ലേസ് ചെയ്ത് എന്റെ സ്ഥാനാർത്ഥിയാണ്, എന്റെ വോട്ട് ഈ ചെയ്യുന്ന ഓരോ വോട്ടും എനിക്കുള്ളതാണ് എന്ന് മോദി ഇവിടുത്തെ വോട്ടർമാരോട് പറയാതെ പറഞ്ഞു പോയത് നമ്മൾ കണ്ടതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് എങ്ങനെ ഇവിടെ നമുക്കറിയാം 2,93,000 വോട്ട് അല്ലെ കഴിഞ്ഞ തവണ, 2,93,000 വോട്ട് കഴിഞ്ഞ തവണ അതിന് മുൻപുള്ള സ്ഥാനാർത്ഥിയേക്കാൾ ഏതാണ്ട് ഇരട്ടിയിലധികം വോട്ടുകൾ നേടിയാണ് സുരേഷ് ഗോപി ഇവിടെ തന്റെ മികവ് കഴിഞ്ഞ തവണ കാട്ടിയത്. 28% വോട്ടുകൾ അദ്ദേഹം കഴിഞ്ഞ തവണ ഇവിടെ നേടി. അതിന്റെ മുകളിലേക്ക് പോകണം, അത് വിജയത്തിലേക്ക് എത്തിക്കണം. നമ്മള് ഈ തുടർച്ചയായി നമ്മുടെ ലൈവുകളിൽ പറയുന്നത് പോലെ ഇത്തവണ BJP വോട്ടെണ്ണം കൂട്ടുകയല്ല കേരളത്തിൽ ലക്ഷ്യം. തൃശ്ശൂരിൽ അവർ ഒരുപാട് പ്രതീക്ഷിക്കുന്നു. അതെങ്ങനെയാകുമെന്നത് കാത്തിരുന്ന് കാണണം. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ഈ സേക്രഡ് ഹാർട്ട് ലാറ്റിൻ ചർച്ചിൽ, തൃശ്ശൂരിലെ സേക്രഡ് ഹാർട്ട് ലാറ്റിൻ ചർച്ചിലാണ് ഞാനുള്ളത് കഴിഞ്ഞ ഒരു 1.5 മണിക്കൂറായി. എന്നോടൊപ്പം R. കിരൺ ബാബുവും ഉണ്ട്. നമുക്ക് കോഴിക്കോട്ടെ
LDF സ്ഥാനാർത്ഥിയുടെ വിശേഷങ്ങളിലേക്ക് കൂടി ഒന്ന് പോകണം. അവിടെ എളമരം കരീം സംസാരിച്ചിരുന്നു MS അനീഷ് കുമാറിനോട്. ദേശീയ പൗരത്വ വിഷയത്തിൽ കോൺഗ്രസിന് ആത്മാർത്ഥതയില്ല എന്നാണ് എളമരം കരീം പറഞ്ഞു വെക്കുന്നത്. വിഷയത്തിൽ കേരളത്തിലെ കോൺഗ്രസുകാർ മാർച്ച് നടത്തേണ്ടത് AICC ആസ്ഥാനത്തേക്കാണ്. കേരളത്തിലേക്ക് വന്ന കേന്ദ്ര ഏജൻസികൾക്ക് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയും എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചാൽ മതിയെന്നും എളമരം കരീം ന്യൂസ് 18 പറഞ്ഞു. കോഴിക്കോട്ടെ LDF സ്ഥാനാർത്ഥി എളമരം കരീമാണ് നമ്മോടൊപ്പം ഉള്ളത്. നമ്മൾ കുറേ ദിവസമായി കാണുന്നു. ഇപ്പോൾ നോമ്പിന്റെ ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. വലിയ ചൂടുമാണ് പുറത്ത്. എങ്ങനെയുണ്ട് പ്രചരണ പരിപാടികൾ? ഇപ്പോൾ ഏത് രീതിയിലാണ് മുന്നോട്ട്? നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ നയത്തിനെതിരായിട്ടൊരു സമരം. വെയിലിനോടല്ല. രാഷ്ട്രീയ സാഹചര്യം LDFന് അനുകൂലമാണ്. ജനങ്ങൾക്ക് വിശ്വാസമർപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അത് ജനങ്ങൾ തിരിച്ചറിയുന്നു. LDFന് നല്ല വിജയമുണ്ടാവും. ഈ ദേശീയ പൗരത്വ നിയമം അത് വലിയ ചർച്ചാ വിഷയമായി വീണ്ടും ഉയരുകയാണ്. ഇന്നലെ സെമിനാർ റാലി കോഴിക്കോട് കഴിഞ്ഞു. ഇന്ന് കാസർഗോഡ് നടക്കാൻ പോകുന്നു. കോൺഗ്രസിനെതിരെയാണ് ഏറ്റവും അധികം ആഞ്ഞടിച്ചത് മുഖ്യമന്ത്രി. ഇതിലൊരു ആത്മാർത്ഥത കോൺഗ്രസിന് ഇല്ല എന്ന് തന്നെയാണ്. ഇന്ത്യയുടെ മതനിരപേക്ഷ അടിത്തറ തകർക്കുന്ന ഒരു നിലപാട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുമ്പോൾ ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ അവരുടെ ഉത്തരവാദിത്തം അവർ നിർവഹിക്കണം. അത് ചെയ്തില്ല. അത് ചെയ്യുമെന്ന് കരുതുന്നുമില്ല. അവരെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കും. ഈ പ്രക്ഷോഭത്തിന് അവർ നിരന്തരമുണ്ട് എന്നാണ്. നൈറ്റ് മാർച്ച് അടക്കമുള്ള വിവിധ പരിപാടികൾ മുസ്ലിം ലീഗ് ആകട്ടെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെ UDFന്റെ ഭാഗത്തുനിന്നും നടപടികൾ ഉണ്ടാവുന്നുണ്ടോ? ഇത് ദുരുദ്ദേശപരമാണ് ഈ സമയത്തുള്ള CPM ആരോപണം എന്നാണ് UDF പറയുന്നത്. അവർ നൈറ്റ് മാർച്ച് നടത്തേണ്ടത് AICC ഓഫീസിലേക്കാണ്. കോൺഗ്രസിന്റെ പ്രസിഡന്റോ രാഹുൽ ഗാന്ധിയോ എന്തുകൊണ്ട് ശബ്ദിക്കുന്നില്ല എന്ന് അവിടെ പോയി ചോദിക്കട്ടെ. ഇവിടെ ഇപ്പം നൈറ്റ് മാർച്ച് നടത്തേണ്ട ഒരു കാര്യമില്ല. അത് ജനങ്ങളെ കബളിപ്പിക്കാനാണ്. CPIMന്റെ പോളിറ്റ് ബ്യൂറോ ആണ് ഈ നയത്തിനെതിരെ നിലപാടെടുത്തത്. ദേശവ്യാപകമായി പ്രക്ഷോഭം നടത്താൻ ആഹ്വാനം ചെയ്തത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ഒരു ഹൈക്കമാൻഡ് അതുകൊണ്ട് അടിയന്തരമായി അവരുടെ ജാഥ ഡൽഹി AICC ആസ്ഥാനത്തേക്ക് നടത്തണം. MK രാഘവൻ അടക്കം ഈ വിഷയത്തിലൊന്നും ചെയ്യില്ല എന്നാണ് താങ്കൾ നേരത്തെ പറഞ്ഞത്. ആരിഫാണ് ഈ സംബന്ധിച്ച ലോക്സഭയിൽ ഒരു ശബ്ദമായി വന്നത്. പക്ഷെ ഇത് പാടെ നിഷേധിക്കുകയായിരുന്നു കോൺഗ്രസ് ചെയ്തത്. അവർ നിഷേധിക്കല്ലാതെ അവർ എന്ത് ചെയ്യാനാണ്? ജനങ്ങളോട് തെറ്റ് ഏറ്റു പറയാൻ അവർക്ക് മനസാക്ഷിയില്ല. അതുകൊണ്ട് ജനങ്ങളെ സാധാരണ പോലെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇതിനൊക്കെ രേഖകളുള്ളതാണ്. പാർലമെന്റിൽ ഒരാൾ തുമ്മിയാൽ അതുപോലും രേഖയുണ്ടാവും. എല്ലാം വീഡിയോഗ്രാഫി. അദ്ദേഹം അതിന്റെ വീഡിയോ തെളിയിക്കട്ടെ. ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് ആത്മാർത്ഥതയില്ലാത്ത നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്ന വിമർശനം അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യുന്നു. എളമരം കരീമാണ് കോഴിക്കോട്ടെ LDF സ്ഥാനാർത്ഥി MS അനീഷ് കുമാറിനോട് സംസാരിച്ചത്. നമുക്കറിയാം, നമ്മളിവിടെ ഉള്ളത് ഈ സേക്രഡ് ഹാർട്ട് പള്ളിയിലാണ്. അദ്ദേഹം സുരേഷ് ഗോപി ഇപ്പോൾ അകത്ത് ഈ മാസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അവിടെ ഈ ഈ ഓശാന ഞായറുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ അദ്ദേഹം 1.5 മണിക്കൂറായി അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട്. ഏതായാലും 7:30 ശേഷമാണ് എത്തിയത്. അതിനുശേഷം കുരുത്തോല ഘോഷയാത്ര അതിൽ പങ്കെടുത്തു വിശ്വാസികൾക്കൊപ്പം. അതിനുശേഷം ഈ തൊട്ടുപുറയിൽ കാണുന്ന പള്ളിയിലെ മാസിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് സമയം കൂടി നീളും. നമ്മൾ ഈ 8:30 മുൻപ് സുരേഷ് ഗോപിയുടെ വന്ന് പുറത്തുനിന്ന് സംസാരിക്കുന്നു കരുതിയിരുന്നു. പക്ഷേ കുറച്ചുകൂടി നീളുമെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹം ആ ചടങ്ങിൽ നേരത്തെ കിരൺ പറഞ്ഞതുപോലെ ഏറെ ശ്രദ്ധിച്ചാണ് ഓരോ ചടങ്ങുകളിലും അദ്ദേഹം പങ്കെടുക്കേണ്ടത്. കാരണം നമുക്കറിയാം കിരീട വിവാദമൊക്കെ അദ്ദേഹം അനുമതി പറഞ്ഞ് തണുത്തുപോയി. ആ വിവാദം തണുത്തു. കാരണം ഇപ്പോൾ അതിനെക്കുറിച്ച് ആരും പറയാറില്ല. കാരണം വ്യക്തിപരമായ അത്തരം പരാമർശങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ട എന്ന തീരുമാനം ഒരു പക്ഷേ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി കാണും. നേരത്തെ ഈ രാഷ്ട്രീയം ചർച്ച ചെയ്യട്ടെ, അല്ലെങ്കിൽ മറ്റു തരത്തിൽ ചർച്ചകൾ ഉണ്ടാകട്ടെ എന്നുള്ള തീരുമാനമാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏറെ ശ്രദ്ധയോടുകൂടിയാണ്. അതുകൊണ്ട് ഈ എല്ലാ ചടങ്ങ് പൂർണ്ണമായി കഴിഞ്ഞ ശേഷമേ അദ്ദേഹം പുറത്തിറങ്ങിയുള്ളൂ. സ്വാഭാവികമാണ്. അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമ്മളെന്തായാലും ഈ തൃശ്ശൂർ മണ്ഡലത്തിലെ രാഷ്ട്രീയ സാഹചര്യം അല്ലേ കിരൺ, വളരെ സുനിൽകുമാർ പ്രചരണത്തിലില്ല. അദ്ദേഹത്തിന് അസുഖബാധിതനാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഒരുപക്ഷെ നമുക്ക് നേരിട്ട് അദ്ദേഹത്തെ പോയി കാണാം, വീട്ടിൽ പോയി കാണാം ഉള്ള സാഹചര്യമുണ്ട്. എന്നാൽ തൃശ്ശൂരിൽ കാര്യങ്ങൾ കടുക്കുകയാണ് ഓരോ ദിവസവും അല്ലേ? തൃശ്ശൂർ എന്തായാലും കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒരു മണ്ഡലം എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ ത്രികോണ പോരാട്ടം ശക്തമായി നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. 3 സ്ഥാനാർത്ഥികളും സ്വന്തം നിലയിൽ, സ്വന്തം പാർട്ടിയുടെ വോട്ടിനപ്പുറം, സ്വന്തം മുന്നണിയുടെ വോട്ടിനപ്പുറം സ്വന്തം നിലയിൽ വോട്ട് ശേഖരിക്കാൻ കഴിയുന്ന 3 പേരാണ്. അതിപ്പോൾ UDFന് K മുരളീധരനായാലും അതോടൊപ്പം തന്നെ LDFൽ നിന്നും
VS സുനിൽകുമാർ ആയാലും സുരേഷ് ഗോപി ആയാലും ഈ 3 പേർക്കും സ്വന്തം നിലയിൽ കൂടി വോട്ട് ശേഖരിക്കാൻ കഴിയുന്നവരാണ്. ഈ തൃശ്ശൂർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, കഴിഞ്ഞ തവണത്തെ വോട്ടിന്റെ ഉണ്ടായിരുന്ന ഒരു വ്യത്യാസം. കഴിഞ്ഞ തവണ TN പ്രതാപൻ ജയിക്കുമ്പോൾ അദ്ദേഹം 4 ലക്ഷത്തിലധികം വോട്ട് നേടിയാണ് ജയിച്ചിരുന്നത്. അപ്പോൾ ആ വോട്ട് നിലനിർത്തുമ്പോൾ ആ വോട്ടിനെ മറികടക്കാൻ കഴിയണം, അല്ലെങ്കിൽ ഏകദേശം 4 ലക്ഷത്തിനെ മറികടക്കാൻ ഏത് സ്ഥാനാർത്ഥി കഴിയുന്നു? ഈ 3 പേരും തമ്മിൽ സുരേഷ് ഗോപി 3ാം സ്ഥാനത്തെത്തുമ്പോഴും സുരേഷ് ഗോപിക്ക് ഏകദേശം 2,93,000 വോട്ടുണ്ടായിരുന്നു. 1.25 ലക്ഷത്തിന്റെ വോട്ടിന്റെ വ്യത്യാസമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 3 പേരും തുല്യ നിലയിൽ മത്സരിക്കുമ്പോൾ ആരാണ് ഒരു 4 ലക്ഷത്തിന്റെ വോട്ടിന് മാർജിനെ മറികടക്കുന്നത്, അല്ലെങ്കിൽ ഒരു 3.5 ലക്ഷം വോട്ട് നേടുന്നത്? ആ തരത്തിലേക്കുള്ള ഒരു അവസാന നിമിഷത്തിലേക്കുള്ള ഒരു വലിയ പോരാട്ടമാണ് തൃശ്ശൂരിലടക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നാളെയും രഞ്ജിത്ത് അനുമോദും എനിക്കൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് നാളെയും മറ്റ് മണ്ഡലങ്ങളിലേക്ക് അടക്കമുള്ള മോർണിംഗ് ഷോയുമായി എത്തേണ്ടതുണ്ട്. എന്തായാലും തൃശ്ശൂരിന്റെ സമയം അവസാനിക്കാണ്. അനുമോദം എന്തായാലും അവസാനിപ്പിക്കും. തീർച്ചയായും നമുക്കറിയാം, കേരളത്തിലെ തന്നെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ. അത് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനൊക്കെ മുമ്പ് തന്നെ തൃശ്ശൂർ ഇത്തവണ ത്രികോണ മത്സരമായിരിക്കും, തൃശ്ശൂരായിരിക്കും ഏറ്റവും ഫോക്കസ് ചെയ്യുന്ന മണ്ഡലമെന്നാണ് വിലയിരുത്തുന്നത്. അതേ തരത്തിൽ തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതും. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ഒരുപാട് ദിവസങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ മണ്ഡലത്തിലെ മുക്കും മൂലയും അരിച്ചു വെറുക്കുകയാണ് സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞാൽ അതൊട്ടും അതിശയോക്തിയാവില്ല. കാരണം പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് പ്രചരണം നടക്കുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പോലെ തന്നെ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് പ്രചരണം നടക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇനിയുള്ള മണിക്കൂറുകൾ നമുക്കറിയാം, ഇന്ന് ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ച് പ്രചരണങ്ങൾ സജീവമാകും. സുരേഷ് ഗോപിയുടെ അടുത്ത പ്രചരണം എവിടേക്കാണെന്ന് നമുക്ക് നോക്കണം. ഒപ്പം തന്നെ K മുരളീധരൻ പുതുക്കാട് മണ്ഡലത്തിലാണുള്ളത്. അദ്ദേഹത്തിന്റെ പ്രചരണത്തിന്റെ വിശേഷം നമുക്ക് ഒരു മണിക്കൂറിൽ അറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ സുനിൽകുമാർ, അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളുടെ വിശ്രമത്തിലാണ്. പക്ഷെ അദ്ദേഹവും നമ്മളൊപ്പം ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ തൃശ്ശൂരിന്റെ അതായത് നമ്മുടെ പരിപാടി കൂടി പറയണം കിരൺ. നമ്മുടെ ഗോധ എന്ന പരിപാടി ഇന്ന് വൈകിട്ട് തേക്കിൻകാട് മൈതാനത്ത് 5:30 മണി മുതലുണ്ട്. പ്രധാനപ്പെട്ട അതിഥികൾ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും, തൃശ്ശൂരുകാരായിട്ടുള്ള എല്ലാവർക്കും അവിടത്തേക്ക് സ്വാഗതമുണ്ട്. നിങ്ങളുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ അവിടെ പങ്കുവെക്കുകയും ചെയ്യാം. തൽക്കാലം മോർണിംഗ് വൈബ്സ് പൂർത്തിയാകുന്നു. ഇനിയും തുടരും തൃശ്ശൂരിലെ വിശേഷങ്ങളുമായി ഞാനും അനുമോദും കിരണും നിങ്ങൾക്കൊപ്പം. നമസ്കാരം.